ഓക്കെ. സോ ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു വലിയ ക്വസ്റ്റ്യനും ഇതാണ് ഞാൻ ഇന്നലെ ഗ്രൂപ്പിലേക്ക് ഇട്ടായിരുന്നത്. ഇത് ഞാൻ ക്ലാസ്സിന് ഇട്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ഇതാണ് ഞാൻ ഇടാന്ന് പറഞ്ഞത്. ഇത് പിന്നെ ഞാൻ അയച്ചതാണ്. ഇത് അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻ ആണ്. ആരാധന എന്താ അവസ്ഥ? ഏതൊക്കെ കിട്ടി? രണ്ട് കിട്ടിയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടി, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ NPV വരെ കണ്ടുപിടിച്ചു. എൻ പി NPVയും എത്ര? ക്യാഷ് ഫ്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൻ പി എത്ര കിട്ടി? -3121955. മൈനസ് 3121955. ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്ര കിട്ടി? എനിക്ക് എനിക്ക് 3-1 അല്ല 190. കിട്ടിയത്. എനിക്ക് 3652908 കിട്ടിയത് മൈനസ് എൻ പി വി. NPV. എൻ പി വി മൈനസ് ആണ്. 3,31,00,000 സംതിങ് ആണ്. നിങ്ങൾ 31 ഓൾമോസ്റ്റ് ആണല്ലേ? എനിക്ക് 36 കിട്ടിയത്. അത് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ സാധനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. ആ ആക്ച്വലി എനിക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ആ മറ്റേ അഡീഷണൽ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞിട്ട് ഈ ഇയർ 3-ല് 50,000 മാത്രം ഇങ്ങനെ ഔട്ട്ഫ്ലോ മാതിരിട്ട് അത് വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ ഇട്ടതാണോ? വെറുതെ confusing ആയിട്ട് ഇട്ടതല്ല. ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു അത് ഓപ്പോസിറ്റ്. ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഇൻ ദ സെൻസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈച്ച് ഇയർ വണ്ണിൽ വീണ്ടും 1,50,000 ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇയർ ടൂവിൽ വീണ്ടും ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് 80,000. പക്ഷേ ഇയർ ത്രീയിൽ -50,000 ആണെങ്കിൽ അത് ഡിക്രീസ് ആയിരിക്കും. അഥവാ നമുക്ക് നോർമലി ലാസ്റ്റ് ഇയറിൽ തിരിച്ചു കിട്ടാറുള്ള പോലെ ഇയർ ത്രീയിൽ തിരിച്ചു കിട്ടി. അപ്പൊ ഇയർ ത്രീയിൽ ആ 50,000 നമ്മൾ ഇൻഫ്ലോ ആയിട്ട് ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതാണ് ഒരു ഓക്കെ ട്വിസ്റ്റ്. ഓക്കെ, ഞാൻ ബ്രാക്കറ്റ് കണ്ടപ്പോ ഞാൻ ഔട്ട്ഫ്ലോ എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അത് അവിടെ ആയിരിക്കും എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവുക. അതായത് ഈ മൂന്ന് നെറ്റ്വർക്ക് ക്യാപിറ്റലും സെയിം രീതിയിലാണോ ട്രീറ്റ് ചെയ്തത്? ആ, മൂന്നും തരും. കാരണം മുകളിലത്തെ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ നീച്ച്. പറഞ്ഞോ. ടെർമിനൽ ക്യാഷ് ഫ്ലോ കാണുമ്പോ അത് എടുക്കണ്ടല്ലോ 50,000. എടുക്കണ്ട. അത് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് അവസാനം കിട്ടുള്ളൂ. ആരാധന ടെർമിനൽ ക്യാഷ് ഫ്ലോ എത്ര? വലിയ എമൗണ്ട്. ആ 11309390. ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞോ. 11309390. ഒരു 50,000 ആ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്തോ ഒരു സംഭവമാണ്. 50,000 ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെയാണ് ആരാധന ഓൾമോസ്റ്റ് കറക്റ്റ്. നമുക്ക് നോക്കാം. അത് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് സാധാരണ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാന്നല്ലാണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഇതുവരെ ആരും ചെയ്തു വന്നിട്ടില്ല. നിങ്ങൾ ചെയ്തു വന്ന് ഓൾമോസ്റ്റ് കറക്റ്റ് ആയി. നല്ല കാര്യം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെറിയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആൻസർ എത്ര കിട്ടി? ഈ ചെറിയ ക്വസ്റ്റ്യന് NPV എത്രയാ സർ അതിന്റെ? അല്ല സോറി, മറ്റേ ടെർമിനൽ ക്യാഷ് ഫ്ലോ എത്രയാ ഇതിന് വരുന്നത്? ഏത് വലിയ ക്വസ്റ്റ്യൻ ആണോ? ആ, വലിയ ക്വസ്റ്റ്യൻ്റെ 1,02,43,530 ആണോ? 1 crore 2 lakh അല്ല, 1 crore 12,59 സംതിങ് ആണ്. 12 lakh ആണല്ലേ? നമുക്ക് നോക്കാം. അവിടെ ഓക്കെ. എത്തിയില്ല. ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. സോ നമുക്ക് ആദ്യം ഈ ചെറിയ ക്വസ്റ്റ്യൻ തുടങ്ങാം. ഇതിന്റെ NP എത്ര കിട്ടിയത്? ചെറിയ ക്വസ്റ്റ്യന്റെ 698823. 698823. സുബിതക്കാരനാണ് കിട്ടിയത്. അല്ല, എനിക്ക് 6,77,756 കിട്ടി. 6 lakh സംതിങ് ആണ്. ആരാധന പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. പ്രസന്റ് വാല്യൂ ഓഫ് ഡിപ്രീസിയേഷൻ ആക്ച്വലി എത്ര കിട്ടി ആരാധന? 1,97,000. 1706. അപ്പോ സുബിത മറ്റേ ഡിപ്രീസിയേഷൻ ആക്ച്വലിൽ കണ്ടതിൽ എന്തോ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആവാൻ ചാൻസ്. ചെറിയ ഡിഫറൻസ് ഉണ്ട് അങ്ങോട്ട്. അതെ. നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് 8,50,000 ആണ്. അസറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് 5-year MACRS പ്രോപ്പർട്ടി. നമ്മൾ ഈ 8,50,000 കൊടുത്ത് വാങ്ങിക്കുന്ന അസറ്റ് 5-year MACRS ആണ് ഡിപ്രിസിയേഷന് വേണ്ടി യൂസ് ചെയ്യാൻ ടാക്സ് അതോറിറ്റി പറഞ്ഞത്. 5-year MACRS ആണെങ്കിൽ ഡിപ്രിസിയേഷൻ റേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇയർ വണ്ണിൽ ഞാൻ ഡിപ്രിസിയേറ്റ് ചെയ്യുന്ന അസറ്റിന്റെ 20% ആയിരിക്കും. ഇയർ ടൂവിൽ ഞാൻ അസറ്റിന്റെ 32% ആയിരിക്കും. ഇയർ ത്രീയിൽ അസറ്റിന്റെ 19.2% ആയിരിക്കും.
ഇയർ 4 11.52% ആയിരിക്കും. ഇയർ 5 11.52% ആണ്. ഇയർ 6 5.76% അല്ലെ. 6 വർഷത്തേക്ക് നമുക്ക് ഡിപ്രിസിയേഷൻ ചെയ്യാനുണ്ട് ടാക്സ് അതോറിറ്റി പറഞ്ഞത് പ്രകാരം. പക്ഷേ നമ്മുടെ പ്രൊജക്ടിന്റെ ലൈഫ് എന്ന് പറയുന്നത് വെറും 4 വർഷമുള്ളൂ. കാരണം എന്താ, 4 ഇയർ ആനുവൽ സെയിൽസ് റവന്യൂ ഇവിടെ തന്നിട്ടുള്ളൂ. ഈ പ്രൊജക്റ്റിൽ നിന്നും നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 4 വർഷത്തേക്ക് 10 ലക്ഷത്തിന്റെ സെയിൽസ്, അതിന് തന്നെ 4 ലക്ഷം കോസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി EBDT എന്ന് പറഞ്ഞത് 6 ലാക്ക് ആണ് അല്ലെ. സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ചെയ്താൽ 6 ലാക്ക് EBDT കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഡിപ്രിസിയേഷൻ ടാക്സിൽ ഒന്ന് കണ്ടെത്തി വെക്കാം, എന്നിട്ട് ഡയറക്റ്റ് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ എളുപ്പമായിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യാമാണ്, ഇതാ ഡിപ്രിസിയേഷൻ ടാക്സിൽ നമുക്ക് ആദ്യം ഒന്ന് കണ്ടെത്താം. ഡിപ്രിസിയേഷൻ ടാക്സിൽ ഞാൻ കണ്ടെത്താമാണ് കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു ഡിപ്രിസിയേഷൻ റേറ്റ്. കോസ്റ്റ് ഓഫ് അസറ്റ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ടും. അത് ഇൻറ്റു ടാക്സ് റേറ്റ് ചെയ്താലാണ് എനിക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയർ 1 2 3 4 5 6 6 വർഷത്തേക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ വരും ആക്ച്വലി. പക്ഷെ നമുക്ക് 4 വർഷത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 4 വർഷം കഴിയുമ്പോൾ പ്രൊജക്ട് അവസാനിക്കുന്നു, നമ്മൾ ആ പ്രൊജക്ട് വിൽക്കുന്നു അല്ലെ. ഇയർ 6 അങ്ങനെയാണെങ്കിൽ ഇയർ 1 2 3 4 5 6 6 വർഷവും അസറ്റിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, 8,50,000. ഇവിടെയും 8,50,000, ഇവിടെയും 8,50,000, ഇവിടെയും 8,50,000, 8,50,000, 8,50,000. അങ്ങനെയാണെങ്കിൽ ഇതാ ഡിപ്രിസിയേഷൻ റേറ്റ് ഇയർ 1 ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ പെർസെന്റേജ് 20 ആണ്. 20% ആണ് ചെയ്യേണ്ടത്, 20%. സെക്കൻഡ് ഇയറിൽ ഞാൻ ചെയ്യേണ്ടത് അസറ്റിന്റെ കോസ്റ്റിന്റെ 32% ആണ്, 32%. ഇയർ 3 ഞാൻ ചെയ്യേണ്ടത് 19.2% ആണ്. ഇയർ 4 ചെയ്യേണ്ടത് 11.52% ആണ്. ഇയർ 5 സെയിം ആണ് ചെയ്യേണ്ടത്, 11.52%. 11.52%. ഇയർ 6 ചെയ്യേണ്ടത് 5.76% അല്ലെ. നമ്മുടെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. ടാക്സ് റേറ്റ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 30 ചെയ്താൽ 30% ചെയ്താൽ ടാക്സ് റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും 4 വർഷത്തേക്ക് കണ്ടാൽ മതിയല്ലേ. കാരണം 4 വർഷത്തേക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടുന്നുള്ളൂ. 4 ഫ്ലോയിലൂടെ കിടക്കണം. 8,50,000 ഇൻറ്റു 20% ചെയ്താൽ 1,70,000 ആണ് ഇയർ 1 ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്. അതെനിക്ക് ആവശ്യമില്ല. ഇൻറ്റു 30% ചെയ്താൽ എനിക്ക് ഇയർ 1 കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടി, എനിക്ക് അത് മതി, 51,000 അല്ലെ. അങ്ങനെ ഇയർ 2 ചെയ്താൽ എനിക്ക് 81,600 കിട്ടും. ഇയർ 3 48,960 കിട്ടും. പിന്നെ 29,376 കിട്ടും. ഇവിടെയും പെർസെന്റേജ് സെയിം ആണ്, ഇവിടെയും പെർസെന്റേജ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ 29,376 ആയിരിക്കും ഇയർ 5 ഇയർ 6 14,688 അല്ലെ. 6 വർഷത്തേക്ക് ഞാൻ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ 4 വർഷത്തെ പ്രൊജക്ട് യൂസ് ചെയ്യുന്നുള്ളൂ. 4 വർഷത്തെ ഡിപ്രിസിയേഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ 4 വർഷത്തെ ഡിപ്രിസിയേഷൻ ടാക്സിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നില്ലേ. ഇതൊന്നും ആക്ച്വലി നമുക്ക് കിട്ടുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഇന്റർ ക്യാഷ് ഫ്ലോസ് കാണാൻ പോവാണ്. സോ EBDT 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സുകൾ ചെയ്താൽ മതി. ഇയർ 1 2 3 4 4 വർഷത്തേക്ക് ചെയ്യാണ്ടാവും. ഇന്ററിം ക്യാഷ് ഫ്ലോസ് ഇയർ 1 ഇയർ 2 ഇയർ 3 ഇയർ 4 4 വർഷത്തിന് EBDT സെയിം ആയിട്ട് തന്നെ EBDT 1 മൈനസ് ടാക്സ് റേറ്റ് എന്നുള്ളത് സെയിം ആയിരിക്കും, 1 മൈനസ് 30%. EBDT നമുക്കറിയാം, ഒരു വർഷം നമുക്ക് കിട്ടാൻ പോണ സെയിൽസ് എന്ന് പറഞ്ഞാൽ 10 ലാക്കും, അതിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 4 ലാക്ക് ആണെങ്കിൽ EBDT 6 ലാക്ക് ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ 6 ലാക്ക് മൈനസ് 30% ചെയ്താൽ 4,20,000 ആണ് എനിക്ക് എല്ലാ വർഷവും EBDT സെയിം ആയിട്ട് ആ എമൗണ്ട് എല്ലാ വർഷവും സെയിം ആയിരിക്കും. 4,20,000 ആണ്. 4,20,000, ഇവിടെയും 4,20,000, ഇവിടെയും 4,20,000. ഓക്കെ, പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സിൽ ഇയർ 1 എനിക്ക് കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സിൽ 51,000 ആണ്. ഇയർ 2 കിട്ടാൻ പോണത് 81,600. ഇയർ 3 കിട്ടാൻ പോണത് 48,960. ഇയർ 4 കിട്ടാൻ പോണത് 29,376. അങ്ങനെയാണെങ്കിൽ 4 വർഷത്തേക്കുള്ള ഇന്റർ ക്യാഷ് ഫ്ലോസ് കിട്ടി.
ഇതിലെവിടെയും മിസ്റ്റേക്ക് പറ്റിയായിരുന്നോ സുബിത? ഇല്ല, കറക്റ്റാ. ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആ പ്രസന്റ് വാല്യൂ 6 കൊല്ലത്തെയും കണ്ടു. 6 കൊല്ലത്തെ ഇത് കണ്ടല്ലേ, അതായിരിക്കും അതാണ് പറ്റിയേ. 4 കൊല്ലത്തല്ലേ കാണേണ്ടിയിരുന്നുള്ളൂ, ഞാൻ 6 കൊല്ലത്തെയും കണ്ടു. നോക്കാം നോക്കാം നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാ ഇയർ 1 എനിക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ ക്യാഷ് ഫ്ലോ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 4,20,000 പ്ലസ് 51,000 ഡിപ്രീസിയേഷൻ ആക്ച്വൽ ആയിട്ടുള്ള 4,71,000 ആണ്. 4,71,000 ആണ്. ഇയർ 2 കിട്ടാൻ പോകുന്നത് 4,20,000 പ്ലസ് 81,600 ആണ്. അങ്ങനെയാണെങ്കിൽ 5,01,600 ആണ്. 5,01,600 ആണ്. ഇയർ 3 കിട്ടാൻ പോകുന്നത് 4,20,000 പ്ലസ് 48,960 ആണ്. ഇങ്ങനെയാണെങ്കിൽ 4,68,960. 4,68,960. ഇയർ 4 കിട്ടാൻ പോകുന്നത് 4,20,000 കൂടെ 29,376. 4,49,376. ഇതാണ് 4 വർഷത്തേക്കുള്ള ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് അല്ലെ. ഓക്കെ, ഇനി ഇയർ 4 എന്താ സംഭവിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ഇയർ 4 ആ പ്രൊജക്ട് അവസാനിക്കും, പിന്നെ നമുക്ക് കൊണ്ട് വലിയ ഉപകാരമില്ല. അങ്ങനെയാണെങ്കിൽ 35,000 രൂപക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊജക്ട് വിൽക്കൂലേ. അങ്ങനെയാണെങ്കിൽ ഈ 4-ാം വർഷം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇന്ററിംഗ് ക്യാഷ് ഫ്ലോനെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ്സ് എടുത്തിട്ട് ടെർമിനൽ ക്യാഷ് ഫ്ലോയിലേക്ക് ആക്കാൻ പോകുന്നു. അഥവാ ടെർമിനൽ ക്യാഷ് ഫ്ലോ ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ, ലാസ്റ്റ് ഇയറിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 4,49,376 ആണ്. 4,49,376 അല്ലെ. എന്താ എനിക്ക് കിട്ടാനുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാല് ആദ്യം എനിക്ക് സാൽവേജ് വാല്യൂ കിട്ടൂലെ. ഞാൻ അത് സെയിൽ ചെയ്യണത് 4-ാം വർഷം സെയിൽ ചെയ്യണത് ഇതാ ടെർമിനൽ ഇയർ എന്ന് പറഞ്ഞാൽ 4th ഇയർ ആണ്. 4-ാം വർഷം ഞാൻ സെയിൽ ചെയ്തത് 35,000 രൂപ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 35,000-ന് ഞാൻ ടാക്സ് കൊടുക്കണോ അല്ലെങ്കിൽ എനിക്ക് ടാക്സ് സേവിങ്സ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്റെ സാൽവേജ് വാല്യൂ ആയിട്ടുള്ള 35,000 ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം അല്ലെ. എത്ര ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് ആണ് ഞാൻ 35,000-ന് വിറ്റത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്റെ ബുക്ക് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് റിമൈനിങ് ലൈഫ് ചെയ്താൽ പോരാ. കാരണം സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ല. നമുക്കറിയാം പെർസെന്റേജ് മെത്തേഡ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റിനെ ഇൻറ്റു റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് ചെയ്താലാണ് നമുക്ക് ബുക്ക് വാല്യൂ കിട്ടുക. റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാണോ ഇതിന്റെ റിമൈനിങ് ഡിപ്രിസിയേഷൻ? ഇതാണോ? അല്ല അല്ല, ഇത് റിമൈനിങ് ഡിപ്രിസിയേഷൻ ടാക്സ് ഇല്ല അല്ലെ. ഇത് നമ്മൾ ചുമ്മാ എഴുതിയെന്നുള്ളൂ, ഇതൊന്നും നമുക്ക് കിട്ടാൻ പോകില്ല. നമ്മള് ഡിപ്രിസിയേഷൻ ചെയ്ത എമൗണ്ട് ഇയർ 1-ൽ 20 ചെയ്തു, ഇയർ 2-ൽ 32 ചെയ്തു, ഇയർ 3-ൽ 19.2 ചെയ്തു, ഇയർ 4-ൽ 11.52 ചെയ്തു അല്ലെ. ഇയർ 5-ൽ 11.52% നമ്മൾ ചെയ്തിട്ടില്ല, കാരണം ഇയർ 5-ൽ അസറ്റ് ഇല്ല. ഇയർ 4-ൽ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇയർ 6-ലെ 5.76 നമുക്ക് ചെയ്യാൻ അസറ്റ് ബാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് എന്ന് പറഞ്ഞത് ഈ 11.52 5.76 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 11.52% പ്ലസ് 5.76%. അങ്ങനെയാണെങ്കിൽ 17.28% ആണ് അസറ്റിന്റെ 17.28% കൂടി നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതായിരിക്കും നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് അസറ്റ് 8,50,000 ആണ്. ഇൻറ്റു റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 17.28% ആണ്. ഓക്കെ, 8,50,000 ഇൻറ്റു 17.28% എന്ന് പറഞ്ഞാൽ 1,46,880. ഇവിടെ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു സുവിധ? ഇവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റി. എങ്ങനെ എടുത്ത ബുക്ക് വാല്യൂ? ഞാൻ അതെടുത്തു, ആ ബാലൻസ് 2 എമൗണ്ട് എടുത്തു. അത് നമ്മളെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസിനെ ഈ ഡിപ്രിസിയേഷൻ എക്സ്പെൻസിനെ ടാക്സ് റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമ്പോൾ ഡിപ്രിസിയേഷൻ ടാക്സ് ഇല്ല. ഓക്കെ, ഈ 2 എമൗണ്ട് ശരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ട, കാരണം അത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലെ. നമ്മൾ 5th ഇയറിൽ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഇയറിലെ ടാക്സ് കുറച്ച് സേവ് ആയി കിട്ടുള്ളൂ. ആ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ചെയ്യാൻ അസറ്റ് ബാക്കിയില്ല. കാരണം 5th ഇയറിലേക്ക് പോകുന്നതിന് മുന്നേ 4th ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ അസറ്റ് നമ്മൾ വിൽക്കുകയാണ് 35,000 അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ബുക്ക് വാല്യൂ കിട്ടി 1,46,880 അല്ലെ. ഇത്രയും ബുക്ക് വാല്യൂ ഉള്ള സാധനമാണ് നമ്മൾ വെറും 35,000-ന് വിറ്റത്. എന്തായാലും ലോസ് ആയിരിക്കും. സാൽവേജ് വാല്യൂ 30,000 മൈനസ് ബുക്ക് വാല്യൂ 1,46,880 ചെയ്താൽ മൈനസ് 35,000 ചെയ്താൽ എനിക്ക് 1,11,880 ലോസ് അല്ലെ. ഇത്രയും ലോസ് ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ടാക്സ് സേവിങ്സ് കിട്ടും. ടാക്സ് സേവിങ്സ് കിട്ടും 30% അല്ലെ. ഈ എമൗണ്ട് ലോസ് വന്നാൽ 1,11,880-ന്റെ
30% എനിക്ക് ഗവൺമെന്റ് ടാക്സ് സേവിങ്സ് ആയിട്ട് തരും. അതായത് 33,564 ടാക്സ് സേവിങ്സ് ഇൻഫ്ലോ അല്ലേ? ഇതാ ഇൻഫ്ലോ ആണ്, ഞാൻ ആഡ് ചെയ്തു ടാക്സ് സേവിങ്സ് 33,564 അല്ലേ? ഇത് മൂന്നും ആഡ് ചെയ്താൽ എനിക്ക് എന്റെ ടെർമിനൽ ക്യാഷ് ഫ്ലോ കിട്ടി. ഓക്കെ, 4,49,376 ഞാൻ 35,000 ആഡ് ചെയ്യുന്നു. വീണ്ടും 33,546 കൂടി ആഡ് ചെയ്താൽ 5,17,940. 4,49,376 plus 35,000 plus 33,564. 564 ചെയ്താൽ 5,17,940 അല്ലേ? സോ ഈ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, 4 വർഷത്തേക്ക് എത്ര ക്യാഷ് ഫ്ലോസ് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ NPV കാണാൻ പോവാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒറ്റ എമൗണ്ട് ആണ്, അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുമില്ല. 8,50,000 ആണ്. 8,50,000 യൂസ് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4 4 വർഷം കൊണ്ട് കുറച്ച് ക്യാഷ് ഫ്ലോ ഉണ്ട്. ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇയർ 1 ഞാൻ കിട്ടുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ 4,71,000. 4,71,000. ഇയർ 2 കിട്ടാൻ പോകുന്നത് 5,01,600. ഇയർ 3 കിട്ടാൻ പോകുന്നത് 4,68,960. ഇയർ 4 കിട്ടാൻ പോകുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ ടെർമിനൽ ക്യാഷ് ഫ്ലോ, അതായത് 5,17,940. 5,17,940 അല്ലെ? നമ്മൾ 8,50,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഭാവിയിൽ ഇത്രയും ക്യാഷ് ഫ്ലോസ് കിട്ടുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഞാൻ കാണണം അല്ലെ? NPV is equal to present value of cash inflow minus present value of cash outflow. 4 വർഷം കൊണ്ട് ഇത്രയും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത് 4,17,000 4,71,000 divided by 1.1 m plus 5,01,600 divided by 1.1 1 2 m plus 4,68,960 divided by 1.1 1 2 3 m plus 5,17,940 divided by 1.1 1 2 3 4 m plus MRC ചെയ്താൽ എനിക്ക് കിട്ടാൻ പോണ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 15,48,823 ആയിരിക്കും. 15,48,823. എനിക്ക് ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ആണ് ഞാൻ എവിടെ ചെയ്യുന്നത് അല്ലെ? 15 lakh പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 15,48,823 823 അല്ലെ? മൈനസ് എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 8,50,000. 6,98,823 ആണ് എന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ. ആരാധനല്ലേ യെസ് സർ. സുബിത ഇപ്പം ക്ലിയർ ആയില്ലേ? പിന്നെ ഞാൻ ഹോംവർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ശരിയാക്കുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. ശരിയാക്കിയാൽ നല്ല കാര്യം. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയാൽ മതി. ഓക്കെ, അപ്പോ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് നമ്മൾ ചെയ്തു. ഡിപ്രിസിയേഷൻ ആക്ച്വലി ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ? അപ്പൊ ഓരോ വർഷം ഇത്രയും നേരം നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ ആണെങ്കിൽ ഇവിടെ എല്ലാം ഒരു എമൗണ്ട് ആയിരുന്നു. ഇവിടെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് മാറുമ്പോൾ ഡിപ്രിസിയേഷൻ ആക്ച്വലി മാറി അല്ലെ? സോ നമ്മൾ റിക്വയർമെന്റ് നമ്പർ 1 നെറ്റ് പ്രസന്റ് വാല്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതാ പ്രസന്റ് വാല്യൂ ഓഫ് ഡിപ്രിസിയേഷൻ ആക്ച്വലി അല്ലെ? ഡിപ്രിസിയേഷൻ ആക്ച്വലി എന്ന് പറഞ്ഞിട്ട് 6 എമൗണ്ട് ഞാൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 6 എമൗണ്ടിനെ പ്രസന്റ് വാല്യൂ ഞാൻ കാണേണ്ട ആവശ്യമുണ്ടോ ആരാധന? നോ സർ. 4 ഇയറിന്റെ 4 വർഷത്തേക്കേ നമ്മുടെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് വരുന്നുള്ളൂ. കാരണം പ്രൊജക്ടിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 4 ഇയേഴ്സ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 4 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സിൽ ഇത് മാത്രമായിരിക്കും. ആ ഡിപ്രിസിയേഷൻ ടാക്സിൽ മാത്രമേ നമ്മൾ ക്യാഷ് ഫ്ലോയിലേക്ക് എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസിലേക്ക് 4 വർഷത്തേക്കാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ടാക്സിൽ എടുത്തത് അല്ലെ? അങ്ങനെയാണെങ്കിൽ റിക്വയർ നമ്പർ 2 പ്രസന്റ് വാല്യൂ ഓഫ് ഡിപ്രിസിയേഷൻ ടാക്സിൽ അല്ലെ? എനിക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സിലിന്റെ പ്രസന്റ് വാല്യൂ ആണ് ചോദിച്ചത്. ഇയർ 1 കിട്ടും, ഇയർ 2 കിട്ടും, ഇയർ 3 കിട്ടുന്നു, ഇയർ 4 കിട്ടും. ഇയർ 1 കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സിൽ 51,000 ആണ്, അത് ഞാൻ കൺസിഡർ ചെയ്ത്. ഇയർ 2 81,600 ആണ്, 81,600. ഇയർ 3 48,960, 48,960. ഇയർ 4 കിട്ടാൻ പോകുന്നത് 29,376 ലാക്ക്.
4 വർഷം കൊണ്ട് ഇത്രയും ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കിട്ടിയാൽ അതിന് ഇന്ന് എന്ത് വാല്യൂ ഉണ്ട്, ഇയർ 0 എന്ത് വാല്യൂ ഉണ്ട് അല്ലെ? പ്രസന്റ് വാല്യൂ കണ്ടാൽ പോരെ? ഡിസ്കൗണ്ട് റേറ്റ് 10% അല്ലെ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ടുള്ള 10% ഡിസ്കൗണ്ട് ചെയ്താൽ 51,000 ഡിവൈഡ് ബൈ 1.1 പ്ലസ് 81,600 divided by 1.1, 12 m plus 14,960 divided by 1.1, 123 m plus 29,376 divided by 1.1, 1234 m plus MRC ചെയ്താൽ 1,70,650 ആയിരിക്കും അല്ലെ എന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ഡിപ്രിസിയേഷൻ ടാക്സ് അല്ലെ? നമ്മൾ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത 4 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ടാക്സ് സേവിങ്സ് ആണ് ഇത്രയും എമൗണ്ട് അല്ലെ? ആ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ എമൗണ്ടിന് ഇന്ന് അറ്റ് 0th ഇയറിന്റെ പ്രസന്റ് വാല്യൂ ആണ് 1,70,650. ഇതെല്ലാവർക്കും ശരിയായിട്ടില്ലേ? ശരിയായിട്ടില്ല അല്ലെ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഓക്കെ, ഇതാ എ പ്രോജക്ട് ആസ് ഫോളോയിങ് സെയിൽസ് യൂണിറ്റ്സ് ഫോർ 5 years അല്ലെ? 5 വർഷത്തേക്കുള്ള സെയിൽസ് യൂണിറ്റ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് 5 വർഷം കൊണ്ടാണ് കിട്ടുന്നത്. പ്രോജക്റ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് 5 years ആയിരിക്കും അല്ലെ? ഇനി നെക്സ്റ്റ് പോയിന്റ്, പ്രോജക്ട് റിക്വയർസ് 15 lakh ഇൻ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15 lakh അല്ലെ? നമ്മളെ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 15 lakh ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ഈച്ച് ഇയർ, അവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇയർ 1 വീണ്ടും 1,50,000 ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ? അത് ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്ക് ഔട്ട്ഫ്ലോ ആയിരിക്കും. ഇയർ 2 വീണ്ടും 80,000 ഇൻവെസ്റ്റ് ചെയ്യണം, അതും ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മളെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ? ഈ 50,000 ഏതാ എമൗണ്ട്? ഒന്നെങ്കിൽ ഈ 1,50,000 അല്ലെങ്കിൽ ഇയർ 2 ഇൻവെസ്റ്റ് ചെയ്ത 80,000 അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത 15 lakh ഏതോ ഒരു എമൗണ്ടിലെ 50,000 ഇയർ 3 ആയപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടി. അത്ര സംഭവിച്ചിട്ടില്ലേ? അക്കൗണ്ട് റിസീവബിൾ ആണെങ്കിൽ കടത്തിന് സാധനം വാങ്ങിക്കൊണ്ട് ആൾക്കാർ പൈസ തിരിച്ചു തന്നാണ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് 50,000 ആണെങ്കിൽ അവിടെ അത് റിഡക്ഷൻ ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് അല്ലെ? അത് നമുക്ക് നെറ്റ് വർക്കിംഗ് ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ വരുന്നത് എപ്പോഴും ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ സർ? അല്ലല്ല, അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. പക്ഷെ ഇതാ ഇത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള എമൗണ്ട് ആണ് കൊടുക്കുന്നത്. ഇവിടെ 80,000 വീണ്ടും പോസിറ്റീവ് ആയിട്ട് വന്നു അല്ലെ? ഈ പോസിറ്റീവ് മാറിയിട്ട് നെഗറ്റീവ് വന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിനർത്ഥം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും MCQ വരില്ല. ഞാൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്ട്രീംസ് ആണ് കാണുന്നത്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഞാനത് ഇയർ 1 ബ്രാക്കറ്റിൽ ഇട്ടപ്പോ അത് ഔട്ട്ഫ്ലോ ആയിട്ട് കണക്കാക്കി. ഔട്ട്ഫ്ലോ ആയിട്ടല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തിരിച്ചിട്ടുള്ള പോലെ ക്രിയേറ്റ് ചെയ്യണ്ടേ? അങ്ങനെ അത് ചെയ്തില്ലല്ലോ, 3 കൺഫ്യൂസ് പോലെ ചെയ്യാൻ ചെയ്തു. വേണ്ടി ഇട്ടതാണോ കരുതി. അതെ അതെ, അതാണ് ഈ ക്വസ്റ്റ്യനിലെ ഒരു എന്താ പറയാ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്ക് ട്വിസ്റ്റ്. ക്യാപിറ്റൽ. അതെ അതെ, ഇതാ 1,50,000 വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, അത് പോസിറ്റീവ് എമൗണ്ട് തന്നു. അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് അല്ലെ? അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോകണമെന്ന് നമുക്ക് അസ്യൂം ചെയ്താൽ മതി അല്ലെ? അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകണമായിരുന്നു. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ രണ്ടും ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഔട്ട്ഫ്ലോ അല്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബ്രാക്കറ്റിൽ ഒരു 50,000 തന്നാൽ അത് നേരെ നെഗറ്റീവ് ആയിരിക്കും. അഥവാ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൽ സംഭവിക്കുന്നത്. അഥവാ ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പകരം ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാൻ വായിക്കാം. ഫിക്സഡ് കോസ്റ്റ് പെർ ഇയർ 9 lakh ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 240 ആണ്. സെല്ലിംഗ് പ്രൈസ് 325. അതോ സോ ഈ രണ്ട് എമൗണ്ട് കിട്ടിയാൽ തന്നെ അപ്പം തന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടും അല്ലെ? ഒരു സാധനം ഒരു യൂണിറ്റ് വിൽക്കുന്നത് 325 അതിന് വേണ്ട കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ്, ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ എന്നൊക്കെ പറഞ്ഞ കോസ്റ്റ് 240 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്നും എനിക്ക് കിട്ടാൻ പോകുന്ന കോൺട്രിബ്യൂഷൻ പെർ മാർജിൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 85 അല്ലെ? പിന്നെ കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് 21 million ആണ്, അഥവാ 2 crore 10 lakh. ഓക്കെ, എക്യുപ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് 7 years MSCRS പ്രോപ്പർട്ടി. 7 വർഷത്തെ MSCRS ആണ് ഈ പ്രോജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ എന്നാണ് ടാക്സ് അതോറിറ്റി പറഞ്ഞത് അല്ലെ? അപ്പം ആ 7 year MSCRS വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. ഇനി ഇതാ സാലറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 20% ഓഫ് കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്. സാലറേജ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ഇത്രയും നേരത്തെ ക്വസ്റ്റ്യൻ ഇരുന്നു. ഇവിടെ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ 20% ആണ് ഡയറക്ട്ലി കിട്ടുന്നത് അല്ലെ? ഈ 21 million 20% എടുത്താൽ മതി, നമുക്ക് സാലറേജ് വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ
ഞാൻ കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റിന് വേണ്ടി 21 മില്യൺ ചെലവാക്കണം. അതുപോലെ തന്നെ ഇനീഷ്യൽ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഒരു 15 ലാഖും ചെലവാക്കണം അല്ലെ. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാ കോസ്റ്റ് ഓഫ് അസറ്റിന് വേണ്ടി ഞാൻ ചെലവാക്കിയിട്ടുള്ള 21 മില്യണും പ്ലസ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 15 ലാഖും. അങ്ങനെയാണെങ്കിൽ 2.25 മില്യൺ 22.5 മില്യൺ 2 crore 25 lakh ഇതായിരിക്കും എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഇന്റർ ക്യാഷ് ഫ്ലോസ് കാണാൻ പോണ്. EBDT ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്ക് സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റും യൂസ് ചെയ്തിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ഇൻറ്റു ടോട്ടൽ യൂണിറ്റ്സ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും അല്ലെ. ആ എമൗണ്ടിൽ നിന്നും നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 9 lakh ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് EBDT കിട്ടും അല്ലെ, 5 വർഷത്തേക്കുള്ള EBDT. സോ നമുക്ക് ഇന്റർ ക്യാഷ് ഫ്ലോസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ ടാക്സിൽ ഒന്ന് കണ്ടെത്തി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും അല്ലെ. ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ 7 ഇയർ MACRSന്റെ റേറ്റ് ഞാൻ നോക്കിയപ്പോൾ ഇതാ ഞാൻ ഇയർ 1ൽ ഞാൻ ഡിപ്രിസിയേറ്റ് ചെയ്യേണ്ട എമൗണ്ട് 14.29% ആണ് അല്ലെ. അസറ്റിന്റെ 14.29% ഞാൻ ഇയർ 1ൽ ഡിപ്രിസിയേറ്റ് ചെയ്യണം. അസറ്റിന്റെ 24.49% ഇയർ 2ൽ ഡിപ്രിസിയേറ്റ് ചെയ്യണം. 17.49% ഇയർ 3ൽ ചെയ്യണം. 12.49 ഇയർ 4ൽ ചെയ്യണം. 8.93 ഇയർ 5, 8.92 ഇയർ 6, സെവൻത് ഇയറിൽ 8.93, 8th ഇയറിൽ 4.46 അല്ലെ. 8 വർഷത്തേക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ പ്രൊജക്ട് 5 വർഷത്തേക്കല്ലേ ഉള്ളൂ. സോ ഈ 5 വർഷത്തെ ഡിപ്രിസിയേഷൻ ടാക്സിലേ നമുക്ക് ആവശ്യമുള്ളൂ. റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് ആയിരിക്കും നമ്മുടെ ബുക്ക് വാല്യൂവിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഡിപ്രിസിയേഷൻ ടാക്സിൽ 8 വർഷത്തേക്ക് ഒന്ന് ജസ്റ്റ് കണ്ടെത്താൻ പോകണം. ഞാൻ ആദ്യം കോസ്റ്റ് ഓഫ് അസറ്റിനെ ഡിപ്രിസിയേഷൻ റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ടും. ഇൻറ്റു ടാക്സ് റേറ്റ് ചെയ്താൽ എനിക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടും അല്ലെ. 5 വർഷത്തെ മതി. തിരിച്ചും ചെയ്യാലോ അല്ലെ. ഞാൻ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ ടാക്സ് റേറ്റ് കോസ്റ്റ് ഓഫ് അസറ്റിന്റെ ടാക്സ് റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടും. അതിനെ പിന്നെ അലക്കേറ്റ് ചെയ്താലും മതി. ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതാ ഇയർ 1 മുതൽ ഇയർ 8 വരെ ഉണ്ടാവും. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5, ഇയർ 6, ഇയർ 7, ഇയർ 8. 8 വർഷത്തേക്കാണ് എനിക്ക് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മുടെ പ്രൊജക്ട് ലൈഫ് 5 വർഷം ഉള്ളതുകൊണ്ട് 5 വർഷത്തേക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ നമുക്ക് ആ സേവിങ്സ് കിട്ടുള്ളൂ. $21 മില്യൺ ആണ് എന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു ഡിപ്രിസിയേഷൻ റേറ്റ്. ഞാൻ ഇയർ 1ൽ ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ പെർസെന്റേജ് എത്രയായിരുന്നു ആരാധന ഇയർ 1ൽ? 14.29%. അല്ലെ. ഇയർ 2ൽ ഞാൻ ചെയ്യേണ്ടത് 24.49, ഇയർ 3ൽ 17.49. അതൊക്കെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരും കേട്ടോ. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പെർസെന്റേജുകൾ തരും. നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ മതി. 12.49%, ഇയർ 5ൽ 8.93, ഇയർ 6ൽ 8.92, ഇയർ 7ൽ വീണ്ടും 8.93, ഇയർ 8ൽ 4.46 അല്ലെ. ഇൻറ്റു ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് നമ്മുടെ 35% ആണ് നമ്മുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇയർ 1ൽ എനിക്ക് എത്ര ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ടുള്ള 21 മില്യണിനെ
21 മില്യൺ ഞാൻ 14.29% ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 മില്യൺ കിട്ടും. അതിന്റെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആണ്. അത് ഇൻറ്റു 35% ചെയ്താൽ 10,50,000 10,50,315 ആണ് ഇയർ വണ്ണിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ആക്ച്വലി അല്ലേ. അതുപോലെ തന്നെ ഇയർ ടൂല് 21 മില്യൺ ഇൻറ്റു 24.49% ചെയ്താൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ടി. ഇൻറ്റു 35% ചെയ്താൽ 18,15,000 കിട്ടും. 18,15,000 ആണ് ഇയർ ടൂല് കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ആക്ച്വലി. ഇയർ ത്രീയിൽ 21 മില്യൺ ഇൻറ്റു 17.49% ഇൻറ്റു 21 മില്യൺ ഇൻറ്റു 17.49% ഇൻറ്റു 35% ചെയ്താൽ 12,85,515 12,85,515 ആണ് ഇയർ ത്രീയിൽ കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ആക്ച്വലി. ഇയർ ഫോറിൽ കിട്ടുന്നത് 21 മില്യന്റെ 12.49% ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻറ്റു 12.49% ഇൻറ്റു 35% ടാക്സ് റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9,18,000 അല്ലെ. 4 വർഷത്തേക്കായി. ഇനി ഇയർ ഫൈവ് വരെ നമുക്ക് മതി. 21 മില്യൺ ഇൻറ്റു 8.93% ഇൻറ്റു 35% ചെയ്താൽ 56,000 അല്ലല്ല 21 മില്യൺ ഇൻറ്റു ഇയർ ഫൈവില് 8.93% ഇൻറ്റു 35% ചെയ്താൽ 6,56,355 6,56,355 അല്ലെ. നമുക്ക് ഈ 5 പോരെ. ഇവിടെ വേണമെങ്കിൽ എഴുതാം, പക്ഷെ എഴുതിയിട്ട് വലിയ കാര്യമില്ല. ആ ഡിപ്രിസിയേഷൻ ടാക്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്രോജക്റ്റ് 5 വർഷത്തേക്കേ ഉള്ളൂ. സോ 5 വർഷം നമ്മൾ ഇന്റർ ക്യാഷ് ഫ്ലോസിൽ യൂസ് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടി. ഇനി നമുക്ക് EBDT വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. EBDT സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ സ്റ്റാർട്ട് ചെയ്യാം. വലിയ എമൗണ്ട് ആണ് താഴത്തേക്ക്. EBDT കാൽക്കുലേഷൻ ഇയർ വണ്ണില്, ഇയർ ടൂല്, ഇയർ ത്രീയില്, ഇയർ ഫോറില്, ഇയർ ഫൈവില് 5 വർഷത്തേക്കുള്ള EBDT കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കാണും അല്ലെ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ഇൻറ്റു ടോട്ടൽ യൂണിറ്റ്സ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എനിക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. അതിൽ നിന്ന് ഞാൻ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ എനിക്ക് EBDT കിട്ടും അല്ലെ. ഇയർ 1 മുതൽ ഇയർ 5 വരെ എന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് 85 അല്ലെ. എല്ലാ വർഷവും ഞാൻ സെയിലിംഗ് പ്രൈസ് 325 അതിന്റെ വേരിയബിൾ കോസ്റ്റ് 240 ആണെങ്കിൽ ഒരു യൂണിറ്റിൽ എനിക്ക് കിട്ടാൻ പോണ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 85 അല്ലെ. സോ ഇയർ വണ്ണിൽ ഞാൻ സെയിൽ ചെയ്യുന്ന യൂണിറ്റ്സ് 85,000 അങ്ങനെയാണെങ്കിൽ 85,000 ഇൻറ്റു 85 ചെയ്താൽ 72,25,000 ആണ് എന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. 72,25,000 അല്ലെ. ഫിക്സഡ് കോസ്റ്റ് -9 lakh ആണ്. -9 lakh ചെയ്താൽ എന്റെ EBDT എന്ന് പറഞ്ഞാൽ 63,25,000 ഇയർ വണ്ണിലേക്ക് 63,25,000 അല്ലെ. അങ്ങനെ ഇയർ ടൂവിന്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇയർ ടൂവിൽ ഞാൻ എത്ര യൂണിറ്റ്സ് വെക്കുന്നത് വെച്ചാൽ 48,000 യൂണിറ്റ്സ് ആണ് ഇയർ ടൂവിൽ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 85 ഇൻറ്റു 48,000 85 ഇൻറ്റു 48,000 ചെയ്താൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടി 40,80,000 40,80,000 അല്ലെ. ഫിക്സഡ് കോസ്റ്റ് അവിടെ വെക്കുന്നത് നമുക്ക് ആദ്യം കോൺട്രിബ്യൂഷൻ മാർജിൻ കണ്ടെത്താം. ഇയർ ത്രീയിൽ വെക്കുന്നത് 1,06,000 യൂണിറ്റ്സ് ആണ്. 1,06,000 ഇൻറ്റു 85 ചെയ്താൽ 90,10,000 ആണ് ഇയർ ത്രീയിലെ സെയിൽസ് അല്ല ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ 90,10,000. ഇയർ ഫോറിൽ ഞാൻ വിൽക്കുന്ന യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 11,000 അല്ല 1,14,000 ആണ്. 1,14,000 ഇൻറ്റു 85 ചെയ്താൽ 96,90,000 ആണ് ഇയർ ഫോറിലെ ഇതിന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ 96,90,000. ഇയർ ഫൈവിൽ ഞാൻ സെയിൽ ചെയ്യുന്നത് 93,000 യൂണിറ്റ്സ് ആണ്. 93,000 ഇൻറ്റു 85 ചെയ്താൽ 79,05,000 79,05,000 അല്ലെ. ഫിക്സഡ് കോസ്റ്റ് എല്ലാ വർഷവും സെയിം ആണ് 5 വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 9 lakh എല്ലാ വർഷത്തെയും കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റിന് ലെസ് ചെയ്യുന്നു.
അങ്ങനെ ലെസ് ചെയ്താൽ ഇയർ 2 എനിക്ക് കിട്ടാൻ പോണ EBDT എന്ന് പറഞ്ഞാൽ 40,80,000 മൈനസ് 9 lakh ആണ്. 31,80,000 ആണ്. 31,80,000 ആണ് ഇയർ 2 EBDT. ഇയർ 3 90,10,000 മൈനസ് 9 lakh ചെയ്താൽ 81,10,000 ആണ് ഇതിന്റെ EBDT എന്ന് പറയുന്നത് ഇയർ 3. ഇയർ 4 96,90,000 മൈനസ് 9 lakh ചെയ്താൽ 87,90,000 ആണ് ഇതിന്റെ EBDT എന്ന് പറയുന്നത്. 87,90,000. ഇനി ഇയർ 5 7,90,000 5,000 ഈ 9 lakh കുറച്ചാൽ 70 lakh അല്ല 79,05,000 9 lakh കുറച്ചാൽ 70,05,000 അല്ലെ. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള EBDT എനിക്ക് കിട്ടി. ഇനി ഈ EBDT യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ്. ഇയർ 1 ഉണ്ട്, ഇയർ 2 ഉണ്ട്, ഇയർ 3 ഉണ്ട്, ഇയർ 4, ഇയർ 5. 5 വർഷത്തേക്കുള്ള ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് ഞാൻ കണ്ടെത്താൻ പോവാണ്. ഇതാ EBDT മുകളിലുണ്ട്. ഞാൻ ആദ്യം EBDT × 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്യുന്നു. EBDT × 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്യുന്നു. എന്നിട്ട് 5 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഞാൻ ആഡ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് അല്ല, ഡിപ്രീസിയേഷൻ ടാക്സ് ചെയ്യും അല്ലെ. ഇയർ 1 എനിക്ക് കിട്ടാൻ പോണ EBDT എന്ന് പറഞ്ഞാൽ 63,25,000 ആണ്. അതിൽ നിന്ന് ഞാൻ ടാക്സ് റേറ്റ് 35% ആണ്. 63,25,000 മൈനസ് 35% ചെയ്താൽ എനിക്ക് കിട്ടാൻ പോണ EBDT × 1 മൈനസ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 41,11,250 ആണ് അല്ലെ. ഡിപ്രീസിയേഷൻ ടാക്സിൽ വന്നിട്ട് ഇയർ 2 EBDT × 1 മൈനസ് ടാക്സ് റേറ്റ് പറയുന്നത് 31,80,000 ഇൻറ്റു 65%, അതായത് 20,67,000. ഇങ്ങനെ തന്നെ എല്ലാവർക്കും കിട്ടിയത് 20,67,000. ഇയർ 3 81,10,000 ആണ് EBDT. മൈനസ് 35% ചെയ്താൽ 52,71,500. 52,71,500 ആണ് EBDT × 1 മൈനസ് ടാക്സ് റേറ്റ്. ഇയർ 4 87,90,000 ആണ്. 87,90,000 മൈനസ് 35% ചെയ്താൽ 57,13,500. 57,13,500 ആണ് ഇയർ 4 EBDT × 1 മൈനസ് ടാക്സ് റേറ്റ്. ലാസ്റ്റ് ഇയറിൽ 5th ഇയറിൽ 70,05,000 മൈനസ് 35% ചെയ്താൽ 70,05,000 മൈനസ് 35% ചെയ്താൽ 45,53,250 ഉണ്ട്. 45,53,250. സോ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുള്ള ഡിപ്രീസിയേഷൻ ടാക്സിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസിലേക്ക് എത്താൻ പറ്റില്ല. ഡിപ്രീസിയേഷൻ ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് നോക്കണം. ഇതാ ഡിപ്രീസിയേഷൻ ടാക്സിൽ ഇയർ 1 എനിക്ക് കിട്ടുന്നത് 10,50,315. 10,15,315. ഇയർ 2 എനിക്ക് കിട്ടാൻ പോകുന്ന ടാക്സ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ 18,15,000. ഞാൻ അവിടെ കണ്ടെത്തിയോണ്ട് സിമ്പിൾ ആണ്. 18,15,000. ഇയർ 3 എനിക്ക് കിട്ടാൻ പോകുന്നത് 12,85,815. 12,85,000. 12,85,815. ഇയർ 4 കിട്ടാൻ പോകുന്നത് 9,18,015. 9,18,015. 9,18,015. ഇയർ 5 കിട്ടാൻ പോകുന്നത് 6,56,355. 6,56,355. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് EBDT × 1 മൈനസ് ടാക്സ് റേറ്റ് ഞാൻ ചെയ്ത്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ടാക്സിലും കൂടെ ആഡ് ചെയ്തില്ലേ. സോ ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസിലേക്ക് നോക്കാനുള്ളൂ. ഇതാ ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ എടുക്കാണ്. ഇയർ 1 എന്താ സംഭവിക്കുന്നത്? അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ഈച്ച് ഇയർ. ഇയർ 1 ഞാൻ വീണ്ടും 1,50,000 ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, ഔട്ട്ഫ്ലോ ആണ്. ഇയർ 2 വീണ്ടും ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 80,000 വീണ്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. അത് എന്റെ കയ്യിൽ നിന്ന് പോകും, ഔട്ട്ഫ്ലോ ആണ്. ഇയർ 3 ഞാൻ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ഏതോ ഒരു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എനിക്ക് തിരിച്ചു കിട്ടാണ്. അതാണ് ഇവിടെ ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ബ്രാക്കറ്റിലിട്ട്. അതായത് ഈ 1,50,000 80,000 നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. 50,000 ട്രീറ്റ് ചെയ്യേണ്ടത്.
1,50,000 80,000 നമ്മൾ ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആയിട്ട് ഇയർ 3 അത് ഡിക്രീസ് നമ്മൾ ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇയർ വണ്ണിൽ ഞാൻ വീണ്ടും 1,50,000 ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഇതാ ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ അത് ലെസ് ചെയ്യണം, എനിക്ക് ഔട്ട്ഫ്ലോ ആണ്. ഇനി ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ സംഭവിച്ചാൽ അത് എനിക്ക് ഇൻഫ്ലോ ആയിരിക്കും. അതും കൂടി കൺസിഡർ ചെയ്യണം നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കാണുമ്പോൾ. അതുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ ക്വസ്റ്റനിൽ അതുണ്ട് അല്ലെ. ഇയർ വണ്ണിൽ ഇൻക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 1,50,000 ആണ്. ഇയർ 2 80,000 ആണ് അല്ലെ. ഇയർ 3 ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇയർ 4 ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇയർ 5 ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇനി ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇയർ 1 ഒന്നും സംഭവിക്കുന്നില്ല, ഇയർ 2 ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇയർ 3 എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്രീസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ സംഭവിക്കുന്നുണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇയർ 3 50,000 ആണ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ മുൻപേ ഏതോ ടൈമിൽ നമ്മൾ ബിസിനസിന്റെ ആവശ്യത്തിന് റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഫണ്ട് തിരിച്ചു കിട്ടുകയാണ്. തിരിച്ചു കിട്ടുമ്പോൾ അത് ഇൻഫ്ലോ ആയിരിക്കും 50,000. ഇയർ 4 ഒന്നുമില്ല, 5 ഒന്നുമില്ല. സോ ഇതൊക്കെ ചെയ്താൽ നമുക്ക് നമ്മളെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കിട്ടും. ഇയർ 1 ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ പറയാൻ വേണ്ടി ഞാൻ 41,11,250 ഡിപ്രീസിയേഷൻ ടാക്സിൽ ആയിട്ടുള്ള 10,15,315 ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു 1,50,000 ഞാൻ വീണ്ടും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 41,11,250 ഡിപ്രീസിയേഷൻ ടാക്സിൽ 10,15,315 ആഡ് ചെയ്തു. അതിൽ നിന്ന് 1,50,000 ലെസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടിയ? 50,11,565. 50 lakh. 41,11,250 plus 10,15,315 minus 10,50,000 precision actually 10,50,000 അല്ലെ. 10,50,315 350. ഞാൻ 10,15,000 സോറി 10,50,000. ഇനി എനിക്ക് കിട്ടാൻ പോണ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 50,11,565. ഇയർ 2 20,60,000 20,60,000 ഡിപ്രിസിയേഷൻ ടാക്സിൽ ഞാൻ 18,15 ആഡ് ചെയ്തു. എന്നിട്ട് അതിൽ 80,000 നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്താൽ 37,87,015. ഇതാണ് ഇയർ 2 ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ. ഇയർ 3 ഇവിഡിറ്റി പെർമനന്റ് ടാക്സിൽ 52,71,500 ആണ്. അതിലേക്ക് ഞാൻ ഡിപ്രിസിയേഷൻ ടാക്സിൽ 12,85,815 ആഡ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് 50,000 ലെസ് അല്ല, വീണ്ടും ആഡ് അല്ലെ. ഈ 50,000 എനിക്ക് ഇൻഫ്ലോ ആണ്, ആ 50,000 കൂടി ഞാൻ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 66,07,015 66,07,015 ഇങ്ങനത്തെ കിട്ടി. ഞാന് അത് ആ 50,000 അഡ്ജസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടി. ഓക്കെ കിട്ടി. 12,85,515 എനിക്ക് 12,85,515 ആ കിട്ടിയേ. അത് സാറിന് 815 ആ കിട്ടിയിരിക്കുന്നത്. ആരാധനക്ക് 515 എന്നല്ലേ കിട്ടി. ഓക്കെ. ഇനി ഇയർ 4 നമ്മൾ ഇൻഡിഡീറ്റിന്റെ പെർമനന്റ് ടാക്സ് റേറ്റും ഡിപ്രിസിയേഷൻ ടാക്സിലും മാത്രമേ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 57,13,500 ഞാൻ എന്റെ ഡിപ്രിസിയേഷൻ ടാക്സിൽ 9,18,015 ആഡ് ചെയ്താൽ 66,03,1515 ആണ് ഇയർ 4 ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ. ഇയർ 5 45,53,250 45,53,250 ഞാൻ ഡിപ്രിസിയേഷൻ ടാക്സിലായിട്ടുള്ള 6,56,355 ആഡ് ചെയ്താൽ
52 lakh 9,605. 52 lakh 9,605 lakh. നമുക്ക് എന്തായിപ്പം ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത 5 വർഷത്തേക്ക് എത്ര ക്യാഷ് ഫ്ലോസ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇതാ നമ്മളെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോനെ ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ കൺവേർട്ട് ചെയ്യണം. ടെർമിനൽ പീരീഡിൽ ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരാന്ന് വെച്ചാൽ ഇതാ സാൽവേജ് വാല്യൂ, കോസ്റ്റ് ഓഫ് അസറ്റിന്റെ 20% നമുക്ക് സാൽവേജ് വാല്യൂ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം നമ്മൾ സെല്ല് ചെയ്യുന്നു, സാൽവേജ് വാല്യൂ കിട്ടുന്നു. ഗെയിൻ ആണോ ലോസോ ആണോ നോക്കണം, ടാക്സ് കൊടുക്കണോ, ടാക്സ് കിട്ടുമോ എന്ന് നോക്കണം. അതുപോലെ തന്നെ റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. ആ 2 സാധനങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഞാൻ ടെർമിനൽ ക്യാഷ് ഫ്ലോ ചെയ്തിട്ടുണ്ട്. ടെർമിനൽ ക്യാഷ് ഫ്ലോ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിലെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ആയിരിക്കും. ലാസ്റ്റ് ഇയറിലെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 52 lakh 9,605 അല്ലെ. ഇനി എനിക്ക് കിട്ടാൻ പോണ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് ഇതാ പ്ലസ് സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടില്ല, പക്ഷെ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ 20% ഞാൻ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അസറ്റ് 21 million ആണ് നമുക്കറിയാം. അതായത് 2,10,00,000. അതിന്റെ 20% ചെയ്താൽ 42 lakh ആയിരിക്കും നമുക്ക് കിട്ടാൻ പോണ സാൽവേജ് വാല്യൂ അല്ലെ. സാൽവേജ് വാല്യൂ ഇൻഫ്ലോ ആണ്, ഞാനിവിടെ ആഡ് ചെയ്തു 42 lakh. ഇനി ഈ 42 ലാക്കിന് ഞാൻ ഈ അസറ്റ് സെയിൽ ചെയ്താൽ ടാക്സ് എക്സ്പെൻസ് ആണോ ടാക്സ് സെയിൽസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ സാൽവേജ് വാല്യൂ 42 lakh ആണ് അല്ലെ, മൈനസ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ റിമൈനിങ് ഡിപ്രിസിയേഷൻ. ഞാൻ 5th ഇയർ കഴിഞ്ഞപ്പോൾ അസറ്റ് സെയിൽ ചെയ്തു. അപ്പം എത്ര ആണ് എന്റെ ബുക്ക് വാല്യൂ? ബുക്ക് വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് ഇതാ ബുക്ക് വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റിനെ റിമൈനിങ് ഡിപ്രിസിയേഷൻ ആയിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താ റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് 8.92, 8.93, 4.46 ആണ്. കാരണം ഇയർ 6 മുതൽ 8 വരെ ഡിപ്രിസിയേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ ആ പെർസെന്റേജുകൾ മൊത്തം ആഡ് ചെയ്യാമാണ്. 8.92 പ്ലസ് 8.93 പ്ലസ് 4.46. അസറ്റിന്റെ 22.31% ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, സോ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 21 മില്യന്റെ 22.31% ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടാവും. അതായത് 21 മില്യന്റെ ഇതാ. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, കോസ്റ്റ് ഓഫ് അസറ്റിന് 20% നമുക്ക് സാലവേജ് വാല്യൂ കിട്ടുന്നുള്ളൂ. പക്ഷെ 22.31% അതിന് ബുക്ക് വാല്യൂ ഉണ്ട്. ചെറിയൊരു ലോസ് അല്ലെ, എന്തായാലും ലോസ് വരും നമുക്കറിയാം. 21 മില്യൺ ഇൻറ്റു 22.31% ചെയ്താൽ 46,85,100 അന്നല്ലേ കിട്ടി. 46,85,000. ഞാൻ ഇറങ്ങട്ടെ. 8 മണിയായല്ലേ. ഓക്കെ, ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യന്റെ ക്യാഷ് ഫ്ലോസ് കാണുന്നു, നെറ്റ് പ്രസന്റ് വാല്യൂ കാണുന്നു. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാണ്ട്, നിങ്ങൾ എന്തായാലും റെക്കോർഡിങ്സ് കാണണം. ഓക്കെ, ഇന്നിപ്പോ ഞാൻ പുതിയ ടോപ്പിക് എടുക്കുന്നില്ല, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 1-2 MCQ ട്രൈ ചെയ്യാം. റീപ്ലേസ്മെന്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു വെക്കാം. ഓക്കെ, ഒരു ക്ലാസ് എടുക്കുന്നില്ല, ഒരാളല്ലോ. അങ്ങനെയാണെങ്കിൽ റെക്കോർഡിങ്സ് എന്തായാലും കാണണം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഓക്കെ സർ അതിന്റെ ഇതൊന്ന് പറയോ, NPV ഒന്നും കൂടി ഒന്ന് പറയോ ഈ ഇതിന്റെ? NPV 31 lakh 48,002 ആണോ? നിങ്ങളൊന്ന് പറഞ്ഞ എത്ര കിട്ടി? 31,48,002 ആണോ? അല്ല, ചെറിയ ഡിഫറൻസ്. 31,69,857 ആണ്. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1,93,51,997 ആണോ? അല്ല, 1,93,30,114 ആണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് മറ്റേ നമ്മളെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ സർ, നാളെ വീഡിയോ. ഓക്കെ സർ, താങ്ക് യു. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 46,85,100 ആണ്. ആരാധന വീഡിയോ ഉണ്ടോ ഒറ്റയ്ക്ക്? ചെറുതായിട്ട് സാറ് ചോദ്യം ചോദിക്കാണ്ടിരുന്നാ മതി. ഓക്കെ.
ഇതാ 42 ലാക്കിനാണ് ഞാൻ വിറ്റത്. പക്ഷെ 42 ലാക്കിന് ഞാനത് വിറ്റ സമയത്ത് അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 46,85,100 ആയിരുന്നു അല്ലെ. നമ്മൾ സാൽവേജ് വാല്യൂനെക്കാട്ടി കൂടുതലാണ് നമ്മുടെ ബുക്ക് വാല്യൂ. സോ ചെറിയൊരു പെർസെന്റേജ് ലോസ് ഉണ്ടാവും അല്ലെ. 42 ലാക്കിൽ നിന്നും ഞാൻ 46,85,100 ലെസ് ചെയ്താൽ 4,85,100 എനിക്ക് ലോസ്. 4,85,100 അല്ലെ. 22.2.31. നമുക്ക് വേണമെങ്കിൽ ഈ എത്രയാണ് ഈ ലോസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അതായത് നമ്മുടെ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അസറ്റിന്റെ 20% ആണല്ലോ അല്ലെ. നമ്മളെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അസറ്റിന്റെ 22.31% ആണ്. 22.31% അല്ലെ. അതായത് നമ്മളെ ബുക്ക് വാല്യൂ 20%, അല്ല സാൽവേജ് വാല്യൂ അസറ്റ് കോസ്റ്റ് ഓഫ് അസറ്റിന്റെ 20%, ബുക്ക് വാല്യൂ 22.31% ആണെങ്കിൽ ഈ റിമൈനിങ് ആയിട്ടുള്ള ഈ 2.31% ആയിരിക്കും നമുക്കൊന്ന് ലോസ്. ഓക്കെ, കോസ്റ്റ് ഓഫ് അസറ്റിന്റെ 21 മില്യന്റെ 2.31% നമ്മൾ കാൽക്കുലേറ്റർ ഡയറക്റ്റ് അടിച്ച് നോക്കിയാൽ 4,85,100 ലോസ് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് കിട്ടും. കിട്ടിയില്ലേ ആരാധ? കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലോസ് 4,85,100 ആണ്. ഈ ലോസിന്റെ 35% എനിക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. അതായത് 35% പറഞ്ഞാൽ 1,69,785. 1,69,785 ടാക്സ് സേവിങ്സ് ആണ് എനിക്ക് ഇൻഫ്ലോ ആണ് അല്ലെ. ഞാൻ ആഡ് ചെയ്യണം. ടാക്സ് സേവിങ്സ് ഞാൻ ആഡ് ചെയ്തു 1,69,785 അല്ലെ. ഇനി നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ റിലീസ് ചെയ്യണം. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് അവിടെ ഒന്നും ശ്രദ്ധിക്കാണ്ട്. ഇതുവരെ ഓക്കെ അല്ല ആരാധന? ഇത് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് യെസ് സർ, ഇതുവരെ കറക്റ്റ് ആണ്. ഇതുവരെ കറക്റ്റ് ആണ്. അപ്പോൾ ആ 50,000 ആയിരിക്കും എനിക്ക് വന്ന ചേഞ്ച്. ഇതാ ഞാന് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് എഴുതുന്നത് സൈഡിൽ. ഇതാ എനിക്ക് കിട്ടാൻ പോകും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലുകളൊക്കെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇയർ 0 ഞാൻ ഒരു 15 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയർ 1 ഒരു 1,50,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയർ 2 80,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ഞാൻ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 15 ലാക്ക് പ്ലസ് 1,50,000 പ്ലസ് 80,000 ആണ്. അഥവാ 17,30,000 ആണ് ഞാൻ ഇതുവരെ ഈ പ്രോജക്ട് ലെയറിൽ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ. പക്ഷെ അത് മൊത്തം എനിക്ക് ഇയർ 5 തിരിച്ചു കിട്ടൂല. അതിൽ ഓൾറെഡി ഒരു 50,000 ഞാൻ ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇയർ 3 എനിക്ക് ഇൻഫ്ലോ ഉണ്ട് 50,000. അത് ഇന്റർ ഗ്യാസ് ലോസിലേക്ക് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 50,000 ഓൾറെഡി എനിക്ക് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഇനി എത്ര നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് മാത്രമേ ഇയർ 5 തിരിച്ചു കിട്ടുള്ളൂ. ഓക്കെ, ഇയർ 5 നമ്മൾ എത്രയാണ് കിട്ടാൻ പോകുന്നത് അവിടെ നോക്കണം. ഇയർ 3 ഓൾറെഡി ആ 50,000 നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഈ 66 ലാക്ക് ഒക്കെ കിട്ടി. ഓക്കെ, അപ്പോ ഇയർ 5 നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിൽ ഈ 50,000 ഉണ്ടായിരിക്കില്ല. അത് ലെസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 16,80,000 മാത്രമേ നമുക്ക് ഇയർ 5 തിരിച്ചു കിട്ടാൻ പോണ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 16,80,000 അല്ലെ. ഇതൊക്കെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇതിന്റെ ടെർമിനൽ ക്യാഷ് ഫ്ലോ കിട്ടും. ഞാൻ ചെയ്ത് നോക്കാൻ പോണ്. 52,09,605 ഞാൻ 42 ലാക്ക് സാൽവേജ് വാല്യൂ ആഡ് ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ ടാക്സ് സേവിങ്സ് 1,69,785 വീണ്ടും ആഡ് ചെയ്തു. 16,80,000 നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലും ആഡ് ചെയ്താൽ 1,12,59,390. അവിടെ ഒരു 50,000 എനിക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ടാവും അല്ലെ. 50,000 കൂടി എടുത്തിട്ടുണ്ടോ? 1,12,59,390. സോ ഈ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന 5 വർഷത്തെ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മളോട് കാണാൻ പറഞ്ഞത്, ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാം. കാൽക്കുലേറ്റ് റെലവന്റ് ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോസ് നമ്മൾ കണ്ടുപിടിച്ച് ഈ ക്യാഷ് ഫ്ലോസ് യൂസ് ചെയ്തിട്ട്
18% ഡിസ്കൗണ്ട് റേറ്റിൽ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഇതാ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാഷ് ഫ്ലോസ് ഇവിടെ എഴുതാം. ഇതാ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2,25,00,000 ആണ്. അതായത് 22.5 മില്യൺ അല്ലെ. അതുപോലെ തന്നെ ഈ 22.5 മില്യൺ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോണ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോസ് ആണ്. 5 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോസ് ഇയർ 1 എനിക്ക് കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോ 50,11,565 ആണ്. ഇയർ 2 37,87,015 ആണ്. ഇയർ 3 66,07,015 ആണ്. ഇയർ 4 66,31,515 ആണ്. ഇയർ 5 കുറച്ച് വലിയ എമൗണ്ട് ആണ്, 1,12,59,390. ഓക്കെ, അങ്ങനെ ഈ പ്രോജക്റ്റിന് വേണ്ടി ഞാൻ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര എമൗണ്ട് ഫ്യൂച്ചറിൽ എനിക്ക് കിട്ടുമെന്ന് മനസ്സിലായി. ഈ 5 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ക്യാഷിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എനിക്ക് കാണാം യൂസിങ് 18% ഡിസ്കൗണ്ട് റേറ്റ് അല്ലേ. 50,11,565 ഡിവൈഡ് ബൈ 1.18 M plus 37,87,015 divided by 1.1812 M plus 66,07,015 divided by 1.18123 M plus 66,31,515 divided by 1.18123 M plus 1,12,59,390 divided by 1.1812345 M plus MRC ചെയ്താൽ 1,93,30,142 ആണ് ഇതിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അതായത് 19.33 മില്യൺ. കിട്ടിയ ആരാധനം Sarap NPV minus 3,169,858. അതെ ശരിയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 22.5 മില്യണും നമുക്ക് കിട്ടാൻ പോകുന്നത് വെറും 19.33 മില്യൺ അല്ലെ. NP നെഗറ്റീവ് ആയിരിക്കും. സോ ഞാനിതാ നെറ്റ് പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 19.330142, അതായത് 19.33 സംതിങ് മില്യൺ. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 22.5 മില്യൺ അല്ലെ, മൈനസ് 22.5 മില്യൺ, അതായത് 31,69,857 അല്ലെങ്കിൽ 58. നെഗറ്റീവ് NPV ആണ് 31,69,857 അഥവാ 3.169,587 മില്യൺ നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെ. ഈ പ്രോജക്റ്റ് നമുക്ക് വേണ്ട. സോ അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്തു എന്നത് സന്തോഷം. കാൽക്കുലേറ്റ് റെലവന്റ് ക്യാഷ് ഫ്ലോസ് ആൻഡ് NPV, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഓവറോൾ ഇമ്പാക്ട് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ NPV അല്ലെ. നമ്മളെ NPV നമ്മൾ ഈ പ്രൊജക്ടിന്റെ NPV കണ്ടപ്പോ അത് 31,69,866 നെഗറ്റീവ് അല്ലെ, അഥവാ 3.169,857 മില്യൺ നെഗറ്റീവിലാണ് നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ കിടക്കുന്നത് അല്ലെ. ഈ നെറ്റ് പ്രസന്റ് വാല്യൂവില് നമ്മളെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ഇമ്പാക്റ്റ് ആ കൊണ്ടുവന്നത് അല്ലെ. നമ്മളെ ഇത്രയും എമൗണ്ട് ലോസ് ആണ്, ഇത്രയും എമൗണ്ട് നെഗറ്റീവ് ആണ്. അതില് നമ്മളെ ഈ എമൗണ്ടിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, നമുക്ക് തിരിച്ചു കിട്ടാൻ പോണ എമൗണ്ടിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. സോ നമ്മളെ NPVയില് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുവന്ന ഇമ്പാക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇമ്പാക്ട് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ NPV അല്ലെ. NPV നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അറിയാം, നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെ. അങ്ങനെയാണ് നമുക്ക് NPV കിട്ടുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത NPV ഏതൊക്കെ സമയത്ത് ആരാധന
പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ ഔട്ട്ഫ്ലോസ് സംഭവിച്ചത് ഏതൊക്കെ ടൈമിലാണ്? ഇയർ ഇയർ സീറോയില് 1 to 2. ഇയർ സീറോയില് സ്റ്റാർട്ടിങ്ങിലാണ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ യൂസ് ചെയ്തില്ലേ? ആ ഇതാ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. അതായത് ഞാൻ ഏതൊക്കെ സമയത്താണ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇതാ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്ത് ഞാൻ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അത് ഇയർ സീറോയിലാ. ഈ 22.5 മില്യണിലേക്ക് ഞാൻ ഈ 15 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതൊക്കെ സമയത്താണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇയർ സീറോയില് ഞാൻ ഒരു 15 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതൊരു ഔട്ട്ഫ്ലോ ആണ്. പിന്നെ എപ്പോഴാണ് എനിക്ക് ഔട്ട്ഫ്ലോ സംഭവിച്ചത് നെറ്റ്വർക്ക് ക്യാപിറ്റലിന് വേണ്ടിയിട്ട്? ഇയർ 1 ഞാൻ ഒരു 1,50,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇയർ 2 ഞാൻ ഒരു 80,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫ്ലോസ് സംഭവിച്ചത് ഈ 3 രീതിയിലാണ്. ഇയർ സീറോയിൽ ഒരു 15 ലാക്ക്, ഇയർ 1 ഒരു 1,50,000, ഇയർ 2 ഒരു 80,000 അല്ലെ? പക്ഷെ ആ എമൗണ്ടുകളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയത് എപ്പോഴാന്ന് വെച്ചാൽ ഇയർ 5 കിട്ടിയില്ലേ? ഇതാ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് എനിക്ക് ഇയർ 3 ഓൾറെഡി ഒരു 50,000 കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി എമൗണ്ട് ആണ് എനിക്ക് ഇയർ 5 കിട്ടിയത്, 16,70,000 അല്ലെ? ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 17,80,000. 15 ലാക്ക് പ്ലസ് 1,50,000 പ്ലസ് 80,000 ചെയ്താൽ 17,30,000 ആണ് ഞാൻ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഏതൊക്കെ സമയത്ത് എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് വെച്ചാൽ, ഇയർ 3 ഒരു 50,000 തിരിച്ചു കിട്ടി. ബാക്കിയുള്ള 16,70,000 ഇയർ 5 തിരിച്ചു കിട്ടി അല്ലെ? സോ ഈ ക്യാഷ് ഫ്ലോസിന്റെ ടൈമിംഗ് നമുക്ക് മനസ്സിലായി. ഇനി അതിനെ ജസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടുകൾ ഇയർ സീറോയിൽ ഇന്ത്യ 1,50,000 പോയി അല്ല 15 ലാക്ക് പോയി. ഇയർ 1 1,50,000 പോയി. ഇയർ 2 80,000 പോയി അല്ലെ? അത് തിരിച്ചു കിട്ടിയ സമയം എന്ന് പറഞ്ഞത് ഇയർ 3 ഒരു 50,000, ഇയർ 5 ഒരു 16,70,000 അല്ല 16,80,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രസന്റ് വാല്യൂ ഞാൻ കാണും. എന്നിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലേക്ക് ഈ രണ്ട് എമൗണ്ടിനെ ഞാൻ ഇൻഫ്ലോ ആയിട്ട് കിട്ടിയ എമൗണ്ടുകൾ, നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എനിക്ക് ഇൻഫ്ലോ ആയിട്ട് കിട്ടിയത് ഇയർ 3 ഇയർ 5 അതിന്റെ പ്രസന്റ് വാല്യൂ, അതിന്റെ 0th ഇയറിലെ വാല്യൂ ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാൻ പോണ്. പ്രസന്റ് വാല്യൂ ഇതാ 3 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 50,000 കിട്ടും. 50,000 കിട്ടും ഡിവൈഡ് ബൈ 1.18 1 2 3 അല്ലെ? അതായത് മൂന്നാം വർഷം എനിക്ക് കിട്ടാൻ പോകുന്ന നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ 50,000 ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞത് 30,431. അത് ഞാൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. ഇനി ഇയർ 5 എനിക്ക് തിരിച്ചു കിട്ടാൻ പോണ 16,80,000 ഇന്നത്തെ പ്രസന്റ് വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് 16,80,000 ഡിവൈഡഡ് ബൈ 1.18 1 2 3 4 5, അതായത് 7,34,343. അതും M+MRC ചെയ്താൽ എനിക്ക് എനിക്ക് തിരിച്ചു കിട്ടാൻ ഈ പ്രൊജക്റ്റിൽ നിന്നും എനിക്ക് ഫ്യൂച്ചറിൽ തിരിച്ചു കിട്ടാൻ പോണ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രസന്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് വെറും 7,64,775 ആണ്. ഓക്കെ, ഞാൻ ഈ നെറ്റ്വർക്ക് ക്യാപിറ്റൽ എനിക്ക് തിരിച്ചു കിട്ടിയത് 70,30,000 തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് 5 വർഷം കഴിഞ്ഞിട്ടാണ് അതിലെ 60,80,000 തിരിച്ചു കിട്ടണം അല്ലെ? അപ്പോ ടൈം വാല്യൂ ഓഫ് മണി പ്രകാരം വാല്യൂ കുറവായിരിക്കും. ആ വാല്യൂ കുറഞ്ഞതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതായത് നമുക്ക് ഇയർ 3 ഒരു 50,000, ഇയർ 5 ഒരു 16,80,000 തിരിച്ച് നമുക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ പോലെ നമുക്ക് തിരിച്ചു കിട്ടിയാൽ അതിന്റെ ഇയർ സീറോയിലെ വാല്യൂ എന്ന് പറയുന്നത് വെറും 7,64,775 ആണ്. ഇനി നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എത്ര എമൗണ്ടുകളാണ് നമ്മളിൽ പോയെന്ന് നോക്കാം. ഇയർ സീറോയിൽ 15 ലാക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതിന്റെ വാല്യൂ തന്നെ ഉണ്ടാവും അല്ലെ? 15 ലാക്ക് അതുപോലെ എടുത്താൽ മതി. കാരണം പ്രസന്റ് വാല്യൂ ഫാക്ടർ 1 ആണ് അല്ലെ? 15 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ എന്ന് ഞാൻ ഇതുണ്ട് 15 ലാക്ക് തന്നെയാണ് നമ്മൾ ഇയർ സീറോയിൽ ഇൻവെസ്റ്റ് ചെയ്ത 15 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ. ഇനി അടുത്ത വർഷം ഒരു പ്രൊജക്ട് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ 1,50,000 അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ 1,50,000 വാല്യൂന്റെ കയ്യിൽ നിന്ന് പോണില്ല. ഇന്ത്യയിൽ എത്ര വാല്യൂ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ 1,50,000 പ്രസന്റ് വാല്യൂ കണ്ടാൽ മതി. 1,50,000 ഡിവൈഡഡ് ബൈ 1.18 ഒരു ഈക്വൽ അടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ 1,27,118 ആയിരിക്കും. ഇനി രണ്ടാം വർഷം എന്റെ കയ്യിൽ നിന്ന് പോണ 80,000 പ്രസന്റ് വാല്യൂ 80,000 ഡിവൈഡ് ബൈ 1.18 1 2 57,450
54. ഇതിന്റെ ടോട്ടൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ അത് എനിക്ക് കിട്ടും അല്ലെ. അത് സെപ്പറേറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം 1,50,000 ഡിവൈഡഡ് ബൈ 1.18 എം പ്ലസ് 80,000 ഡിവൈഡ് ബൈ 1.18 എം പ്ലസ് MRC അല്ലെ. അതിലേക്ക് ഒരു 15 ലാഖ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ, അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 16,84,573 അല്ലെ. അപ്പോ നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഈ പ്രോജക്റ്റിൽ ഞാൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് ഈ 3 എമൗണ്ട് ആണ്. ഓക്കെ, ഈ 3 എമൗണ്ടിന്റെ ടോട്ടല് 17,30,000 ഉണ്ട്. ഞാൻ 17,30,000 എന്റെ കൈയിൽ നിന്ന് ഞാൻ കൊടുക്കണം അല്ലെ. പക്ഷെ അതിലെ ഭൂരിഭാഗം എമൗണ്ട് 15 ലാഖും ഇയർ 0 കൊടുക്കുന്നത്. അതിന്റെ വാല്യൂ തന്നെ ഉണ്ടാവും. ഇയർ 1 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ കുറച്ച് കുറവാണ്. 1,27,118 വാല്യൂ ഉള്ള പൈസ ഞാൻ കൊടുത്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇയർ 2 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 80,000 57,454 വാല്യൂ ഉള്ളൂ. സിമ്പിൾ ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൽ ഞാൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 16,84,573. അത്യാവശ്യം പ്രസന്റ് വാല്യൂ ഉണ്ട് അല്ലെ. ഇനി അത് തിരിച്ചു കിട്ടുന്നതാണ് ഈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ കൊടുത്തിട്ടുള്ളത്. ഇയർ 3 ഒരു 50,000 തിരിച്ചു കിട്ടും. ഇയർ 5 അല്ലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മെയിൻ എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ ആ എമൗണ്ട് തന്നെ ആയിരുന്നു. കാരണം അത് ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്ത്. ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 17,30,000 തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട് അല്ലെ. സെയിം ഞാൻ ഇൻഫ്ലോ ആയിട്ട് 17,30,000 ഇൻവെസ്റ്റ് ചെയ്ത് ഔട്ട്ഫ്ലോ ആയിട്ടും എനിക്ക് 17,30,000 കിട്ടി. പക്ഷെ കിട്ടുന്ന ടൈമിംഗ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെയിൻ എമൗണ്ട് ഇയർ 0 പക്ഷെ തിരിച്ചു കിട്ടുമ്പോൾ ഇയർ 5 മെജോറിറ്റി എമൗണ്ട് കിട്ടുന്നത്. പിന്നെ ഇയർ 3 ഒരു 50,000 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുമ്പോൾ വാല്യൂ കുറയും. ആ വാല്യൂ കുറഞ്ഞതാണ് ഇവിടെ കണ്ടത്, 7,64,775 അല്ലെ. അങ്ങനെ കോൺസെപ്റ്റ്ലി മനസ്സിലാവണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഈ 17,30,000 ഇത്രയും വാല്യൂ ഉള്ള പൈസ ആണ് നമ്മളെ കയ്യിൽ നിന്ന് പോയത്. പക്ഷെ ആ സെയിം പൈസ നമുക്ക് തിരിച്ചു കിട്ടിയപ്പോൾ വെറും 7,64,775 വാല്യൂ ഉള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂയിൽ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പാക്ട് ഞാൻ ഒന്നും കൂടി ഇതാ NPV is equal to present value of cash inflow minus present value of cash outflow അല്ലെ. എന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ ഇതാ 16,84,573 ഉണ്ട്. പക്ഷെ എനിക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻഫ്ലോ ആയിട്ട് കിട്ടിയപ്പോൾ അതിന്റെ പ്രസന്റ് വാല്യൂ വെറും 7,64,775 അല്ലെ. അത് രണ്ടും ലെസ് ചെയ്താൽ 7,64,775 ലെസ് ചെയ്താൽ ഇതിന്റെ നെറ്റ് വർക്കിംഗ് ഇമ്പാക്ട് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ NPV എന്ന് പറഞ്ഞത് നെഗറ്റീവ് ഇമ്പാക്ട് ആണ്, 9,19,798. ഓക്കെ, എന്താ ഈ 9,19,798 അർത്ഥം? നമ്മൾ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോണ നെറ്റ് പ്രസന്റ് വാല്യൂ 31,69,857 നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഈ 31,69,875 നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് ആവാന് കുറച്ചൊക്കെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കൂടി ഒരു റീസൺ ആയിരുന്നു. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ആണ് ഇത്രയും നെഗറ്റീവ്. ഓക്കെ, ഇത്രയും എമൗണ്ട് നെഗറ്റീവ് വന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലെ റീസൺ കൊണ്ടാണ്. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? അതാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലെ NPV-യിലുള്ള ഇമ്പാക്ട്. മനസ്സിലായിട്ടുണ്ടോ? ആരാധന, കോൺസെപ്റ്റ്ലി മനസ്സിലായിട്ടില്ലേ? യെസ് സർ. ഇനിയിപ്പോ ഇത് എഴുതുമ്പോ ഇങ്ങനെ നമ്മൾ നോട്ട് പോലെ എഴുതണം? നോട്ട് പോലെ നിങ്ങളെ ഞാൻ ഇതൊന്ന് ക്ലിയർ ആക്കി തരാം. വൃത്തിക്ക് എഴുതി അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാട്ടോ. നെറ്റ്വർക്ക് ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ പ്രസന്റ് വാല്യൂ ഇത്ര ആയിരുന്നു, തിരിച്ചു കിട്ടിയപ്പോൾ ഫ്യൂച്ചറിലാണ് തിരിച്ചു കിട്ടുന്നത്. ഇൻവെസ്റ്റ് ചെയ്ത ആ ടൈമിലുള്ള പ്രസന്റ് വാല്യൂ ഇല്ല, വാല്യൂ കുറയും. സോ നെറ്റ് പ്രസന്റ് വാല്യൂവിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം, നിങ്ങളുടേതായ ഒരു ഐഡിയക്ക് എഴുതാം.
സോ നമ്മുടെ എക്സ്പാൻഷന് നമ്മളെ മെയിൻ എസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സ്പാൻഷന് കംപ്ലീറ്റ് ആയിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീപ്ലേസ്മെന്റ് ആണ്. റീപ്ലേസ്മെന്റ് എന്താ പരിപാടി എന്ന് റഫായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ ഫ്രഷ് പ്രോജക്ട്സ് അല്ലെ, നമ്മൾ ഫ്രഷ് ആയിട്ട് ഓരോ പുതിയ പ്രോജക്ട്സ് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, എത്രയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, എത്രയാണ് ഇൻകറിംഗ് ക്യാഷ് ഫ്ലോസ്, എത്രയാണ് ടെർമിനൽ ക്യാഷ് ഫ്ലോസ്, ഇതൊക്കെ നമ്മൾ നോക്കിയില്ലേ. ഇനി റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ അസറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലെ. ഞാൻ ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ്, എനിക്ക് ഓൾറെഡി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷിഫ്റ്റ് കാർ ഉണ്ട്. ആ ഷിഫ്റ്റ് കാർ കുറച്ച് വർഷം മുന്നേ വാങ്ങിയതാണ്. അതിന് കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. ഒരുപാട് പെട്രോൾ എക്സ്പെൻസ് വരുന്നുണ്ട്, ഒരുപാട് മെയിൻ്റെനൻസ് എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ. എനിക്ക് ഡെലിവറീസ് ഒക്കെ മെല്ലെ ആണ് പോകുന്നത്. എനിക്ക് ഒരുപാട് എൻക്വയറീസ് റെസ്റ്റോറന്റിന് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ ഷിഫ്റ്റ് ആയിട്ട് അടുത്ത 5 വർഷത്തേക്ക് ഈ ഷിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഷിഫ്റ്റ് സെല്ല് ചെയ്തിട്ട് ഈ ഷിഫ്റ്റ് ഇന്ന് സെല്ല് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് കാറിലേക്ക്, EV കാറിലേക്ക് റീപ്ലേസ് ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻ. EV കാർ പർച്ചേസ് ചെയ്യണമാണോ, അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് ഷിഫ്റ്റിനായിട്ട് മുന്നോട്ട് പോകണമാണോ നമുക്ക് പ്രോഫിറ്റബിൾ, ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോസ് കിട്ടുക, ഇതൊക്കെ ചെക്ക് ചെയ്യണമാണ് നമ്മൾ റീപ്ലേസ്മെന്റ്. റീപ്ലേസ്മെന്റിൽ എങ്ങനെയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുക, റീപ്ലേസ്മെന്റിൽ എങ്ങനെയാണ് ഇന്റർ ക്യാഷ് ഫ്ലോസ്, ടെർമിനൽ ക്യാഷ് ഫ്ലോസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതെന്തായാലും നാളെ ഡിസ്കസ് ചെയ്യാം ഫ്രഷ് ആയിട്ട്. ഇപ്പോ നമുക്ക് ഒരു 2 MCQ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആരാധന എക്സ്പാൻഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും നോട്ടിൽ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഈ സാറ് ടെർമിനൽ ക്യാഷ് ഫ്ലോന്റെ ഫോർമാറ്റ് എഴുതി തന്നപ്പോ ലാസ്റ്റ് പ്ലസ് ആഡ് റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്നല്ലേ തന്നത്. പക്ഷെ അതിലെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇൻക്രീസ് അതായത് 5 ഡിക്രീസ് 5. ഇപ്പൊ മറ്റേ ക്വസ്റ്റ്യനിൽ നമ്മൾ ലെസ് ചെയ്തില്ലേ? അതെ, അതായത് നമുക്ക് ഓൾറെഡി തിരിച്ചു കിട്ടിയത് നമ്മൾ ലെസ് ചെയ്തില്ലേ. അതല്ലേ, അത് എന്താന്ന് വെച്ചാല് അത് റയർ കേസ് ആണ്. നമ്മൾ അവസാന വർഷം അതായത് നമ്മൾ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ആ പോയിന്റ്സ് എഴുതിയപ്പം ലാസ്റ്റത്തെ പോയിന്റ്സ് ഇങ്ങനെ ആയിരുന്നു. അതായത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവസാന വർഷമാണ് നമുക്ക് റിലീസ് ചെയ്യേണ്ടത്. പക്ഷെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞൊരു പോയിന്റ്, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന് മുന്നേ ഏതെങ്കിലും നെറ്റ്വർക്ക് ക്യാപിറ്റൽ അഥവാ റിലീസ് ചെയ്യപ്പെട്ടാൽ അത് കുറച്ചിട്ട് വേണം നമ്മൾ ബാക്കി റിലീസ് ചെയ്യാൻ, അഥവാ ടെർമിനൽ പീരീഡിൽ റിലീസ് ചെയ്യാൻ. ഇതെപ്പോഴും സംഭവിക്കില്ല, വളരെ റെയർ ആയിട്ട് സംഭവിക്കുള്ളൂ. അതാണ് ആ ഫോർമാറ്റിൽ വരാറ്. ഫോർമാറ്റിൽ നോർമലി 8 പൈസ ആണ് നമുക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചു കിട്ടാനുള്ളത്. അതാണ് നമ്മൾ റിലീസ് ഓഫ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ചെയ്യാം. ആ പോയിന്റിൽ ഞാൻ എഴുതിയത് ഇങ്ങനെ ആയിരുന്നു. അതായത് നെറ്റ്വർക്ക് ക്യാപിറ്റൽ റിലീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ടെർമിനൽ പീരീഡിലാണ് റിലീസ് ചെയ്യുക. ആൻഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഷുഡ് ബി ഇൻകോർപ്പറേറ്റ് എന്നുള്ള പോയിന്റ് അതിലുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇയറിൽ തിരിച്ചു കിട്ടിയാൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള നെറ്റ്വർക്ക് ക്യാപിറ്റൽ മാത്രം ആ ഇയറിൽ റിലീസ് ചെയ്താൽ മതി. അതാണ് നമ്മളോട് ചെയ്തത്. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷെ അതിൽ ഇയർ 3 ഓൾറെഡി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള എമൗണ്ട് മാത്രമായിരിക്കും നമുക്ക് ടെർമിനൽ പീരീഡിൽ തിരിച്ചു കിട്ടും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ടോപ്പിക് എടുക്കണ്ട, കുറച്ച് നാളെ എടുക്കാം റീപ്ലേസ്മെന്റ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ടെർമിനൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈം എടുത്ത് വായിച്ചോ, നല്ല അത്യാവശ്യം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സമയം എടുത്ത് ചെയ്താണ്. ക്വസ്റ്റ്യനിലുള്ള ചെറിയ ചെറിയ ഡൗട്ടുകൾക്ക് ചോദിച്ചോ, ഞാൻ പറഞ്ഞു. ആദ്യം റിക്വയർമെന്റ് വായിച്ചു, അപ്പൊ നിനക്ക് എന്താ വേണ്ടത് എന്ന് മനസ്സിലാവും.
ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരണം ആരാധന, ഇല്ലെങ്കിൽ സർ ഒരു ഈ കോൾ പോകും. 9,000 10th ഇയറിന്റെ ലാസ്റ്റും കൊടുക്കുന്നുണ്ട്, 5,000 ഇയർ 5ലും കൊടുക്കുന്നുണ്ട്. അല്ല അല്ല, 9 9,000 കൊടുക്കണ എമൗണ്ടോ? 9,000 എമൗണ്ട് ഒന്നുകൂടി നോക്കിക്കേ, ഒന്ന് വായിച്ചു നോക്കിക്കേ. അല്ല, അത് സാൽവേജ് വാല്യൂ അല്ലേ? അതെ, സാലറി വാല്യൂ ആണ്, ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് അല്ലേ. അതൊക്കെ അപ്പൊ 5,000ഓ? ഏത് 5,000? At its inspection and another $5,000 at the end of 5 year. ഓക്കെ, ഞാൻ ഏതായാലും ക്വസ്റ്റ്യൻ ഒന്ന് റഫായിട്ട് വായിച്ചു തരാം. ഓക്കെ, നമ്മളോട് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എപ്പോഴും അതിന്റെ റിക്വയർമെന്റ് വായിച്ചു തുടങ്ങിയാൽ ദി എക്സ്പെക്ടഡ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ദി പ്രോജക്ട് ഇൻ ദ 10th ഇയർ. 10th ഇയറിൽ എത്രയാണ് ഈ പ്രോജക്റ്റിൽ നമുക്ക് ക്യാഷ് കിട്ടാൻ പോകുന്നത് അല്ലെ. 10th ഇയറിൽ എത്ര ക്യാഷ് കിട്ടണം ഇതാ. ഇനി ആ ക്വസ്റ്റ്യൻ വായിക്കുക. ഗാർഫീൽഡ് ഇൻകോർപ്പറേഷൻ ഈസ് കൺസിഡറിംഗ് എ 10-year ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്. 10-year ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 10 വർഷമായിരിക്കും അല്ലെ. ആ 10 വർഷത്തിലെ 10th ഇയർ ലാസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ് നമ്മളോട് ചോദിച്ചത്. അഥവാ നമ്മൾ പഠിച്ച ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടെർമിനൽ ക്യാഷ് ഫ്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ വിത്ത് ഫോർകാസ്റ്റഡ് റവന്യൂ, അവര് ഓരോ വർഷം കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യുന്ന 10 വർഷത്തേക്ക് കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ 40,000 ആണ്. ആൻഡ് ഫോർകാസ്റ്റഡ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസീസ് 29,000 അല്ലെ. 40,000 ആണ് റവന്യൂ, 29,000 ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പൊ നമുക്ക് EBDT കിട്ടി. ഇനി ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ എക്യുപ്മെന്റ് ഫോർ ദ പ്രോജക്ട് ഈസ് 23,000. നമ്മൾ പ്രോജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഫെസിലിറ്റി 23,000 ആണ്. ആൻഡ് ഗാർഫീൽഡ് എക്സ്പെക്ട് ടു സെൽ ദ എക്യുപ്മെന്റ് ഫോർ 9,000 അറ്റ് ദി എൻഡ് ഓഫ് ദി 10th ഇയർ. അതായത് 10th ഇയറിൽ സാൽവേജ് വാല്യൂ കിട്ടാൻ പോകുന്നത് 9,000 ആണ്. ഓക്കെ, എക്യുപ്മെന്റ് വിൽ ബി ഡിപ്രിസിയേറ്റഡ് ഓവർ 7 ഇയേഴ്സ്. 7 വർഷത്തേക്ക് ഡിപ്രിസിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദ പ്രോജക്ട് റിക്വയർസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ഓഫ് 7,000 അറ്റ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിങ്. അതായത് പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ 23,000 കൂടെ 7,000 കൂടി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത 7,000 നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. അനദർ 5,000 അറ്റ് ദ ഇയർ 5. ഇയർ 5 വീണ്ടും ഒരു 5,000 നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻക്രീസ് ഇൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാക്സ് റേറ്റ് 40% ആണെങ്കിൽ എത്രയാണ് 10th ഇയറിലെ ക്യാഷ് ഫ്ലോ? 10th ഇയറിൽ എന്തൊക്കെ ക്യാഷ് ആണ് ഈ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാനുള്ളത്? ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ എന്തൊക്കെ സാധനം വരും? ആദ്യം ഇൻഡറിംഗ് ക്യാഷ് ഫ്ലോ ആയിരിക്കും, പിന്നെ അറിയില്ലേ ചെയ്തു. ടെർമിനൽ ക്യാഷ് ഫ്ലോയുടെ എല്ലാ ഐറ്റംസും ഉള്ളൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
10th ഇയറിൽ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡിൽ എത്ര ആരാധന ലാസ്റ്റ് ഇയറിൽ? കണ്ടുപിടിക്കുക. അപ്പൊ എല്ലാ ഇയറിനെയും കണ്ടുപിടിക്കണ്ടേ 10th ഇയർ വരെ? എന്തിനാ 10 കണ്ടുപിടിക്കുന്നത്? ടെൻത്ത് ഇയർ മാത്രമല്ല നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമ്മളോട് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് എസ്എ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ചു, ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചു, ടെർമിനൽ കണ്ടുപിടിച്ചു. ഇവിടെ ടെർമിനൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിന് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. EBDT × 1 - ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്താൽ നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. ഓക്കെ, ഇയർ 10ൽ എത്ര ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസിലേക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ഈ 10th ഇയറിൽ വരുന്നുണ്ട്, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആദ്യം ഈ EBDT × 1 - ടാക്സ് ഡിപ്രിസിയേഷൻ ടാക്സ് ചെയ്തിട്ട് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം. 10th ഇയറിൽ ഓപ്പറേഷൻസിലൂടെ നീ എത്ര ക്യാഷ് ഫ്ലോ ആണ് ഉണ്ടാക്കുന്നത് നീ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്താൽ മതി. ആ ഫോർമാറ്റ് നോക്കിക്കോ, എന്തൊക്കെ ഐറ്റംസ് ആണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ വരുന്നത് നോക്കി. പത്ത് വർഷം വരെ ഒന്നും ചെയ്യണ്ട. 10 വർഷത്തിൽ മാത്രം ചെയ്താൽ. ചോദിച്ചോ. 7,914 ആണ്. എന്ത് ആൻസർ ആണോ? ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണോ? ഏ? ടെർമിനൽ ക്യാഷ് ഫ്ലോ ആ, ആണോ നീ പറഞ്ഞത്? അല്ലല്ല. ഓപ്ഷൻ എ 32,000, ഓപ്ഷൻ അല്ല. ബി 11, ഓപ്ഷൻ സി 24,000, ഓപ്ഷൻ ഡി 20,000. ഇതിലേതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും. അതല്ല, ഡിപ്രീസിയേഷൻ ഇതിന്റെ വോയിസ് കട്ട് ആവുന്നുണ്ട്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എത്ര വരിക? അല്ല, നീ ആദ്യം ഈ 10th ഇയറിലെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ നീ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കാണാൻ വേണ്ടി നിനക്ക് EBDT × 1 - ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സ് ചെയ്താൽ മതി. EBDT നിനക്ക് എത്ര കിട്ടി 10th ഇയറിൽ? 10 വർഷത്തേക്കുള്ള റവന്യൂവും എക്സ്പെൻസും വന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതെ, 40,000 ആണ് എന്ത് നമ്മുടെ റവന്യൂ. ആ 40,000 എല്ലാ വർഷവും 29,000 എക്സ്പെൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ EBDT എന്ന് പറയുന്നത് 10th ഇയറിലും ആ EBDT കിട്ടുന്നുണ്ട്. ഇതാ 11,000 അല്ലേ? അപ്പൊ നിനക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടി. ചെയ്തോ. പിന്നെ ഡിപ്രിസിയേഷൻ ടാക്സ് നിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, കേൾക്കുന്നത്. ഡിപ്രിസിയേഷൻ ടാക്സ് 4,400. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് തെറ്റാണ്. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മളോട് 10th ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പക്ഷേ ഡിപ്രിസിയേഷന്റെ അവിടെ കൂടി നോക്ക് ക്വസ്റ്റ്യൻ. ദ എക്യുപ്മെന്റ് വിൽ ബി ഡിപ്രിസിയേറ്റഡ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കും. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 3,285.7. അല്ല, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കും. ഡിപ്രിസിയേഷന്റെ ആ ഭാഗം ഒന്നും കൂടി വായിക്കും. ദ എക്യുപ്മെന്റ് വിൽ ബി നീ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു. ദ എക്യുപ്മെന്റ് വിൽ ബി അപ്പൊ 23,000 ഡിവൈഡഡ് ബൈ 7 അല്ലേ ചെയ്യാ? അതല്ല. ഓക്കെ, ശരിയാണ്. പക്ഷെ എന്താ അവിടെ സംഭവം? നമ്മൾ 10th ഇയറിൽ എത്രയാണോ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത്, ആ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു ടാക്സ് റേറ്റ് ആയിരിക്കും നമുക്ക് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കിട്ടുക. ഓക്കെ, നമ്മളോട് കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ടുള്ള 23,000 7 വർഷത്തേക്ക് ഡിപ്രിസിയേറ്റ് ചെയ്യാനാ പറഞ്ഞത്. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5, ഇയർ 6, ഇയർ 7.
ഇയർ 7 ആയി കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ മൊത്തം കംപ്ലീറ്റ് ആയില്ലേ? പിന്നെ ഇയർ 8ലും ഇയർ 9ലും ഇയർ 10ലും ഡിപ്രിസിയേഷൻ ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇല്ല. അതായത് ഇയർ 10ൽ ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ 10th ഇയറിൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഡിപ്രിസിയേഷൻ ടാക്സിൽ ഉണ്ടാവാം? അപ്പൊ ഡിപ്രിസിയേഷൻ ടാക്സിൽ സീറോ ആയിരിക്കില്ലേ? അതായത് ഈ EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് എത്രയാണോ എമൗണ്ട് അത് തന്നെ ആയിരിക്കും ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി സാൽവേജ് വാല്യൂ ഒക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞത്. ഒന്നുകൂടി നോക്കിയത് ടൈം എടുത്തു. ഇത് നല്ലൊരു എല്ലാ എലമെന്റ്സും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു, രണ്ടു വട്ടം വായിച്ചു. അപ്പോ ഇയർ 10ലെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ആണ് 11,000 അല്ലേ? ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ആണോ 11,000? EBDT അല്ലേ 11,000? നമ്മൾ EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സിൽ ചെയ്താലല്ലേ നമുക്ക് EBDTയിൽ നിന്നും ക്യാഷ് ഫ്ലോയിലേക്ക് എത്താൻ പറ്റും. 10th ഇയറിൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ടാക്സിൽ ഉണ്ടായിരിക്കില്ല, അവിടെ സീറോ ആയിരിക്കും. സോ EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് എത്രയാണോ അത് തന്നെ ആയിരിക്കും നമ്മളെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ. അപ്പൊ ഇന്ററിംഗ് സെയിം ക്യാഷ് ഫ്ലോ എമൗണ്ട് കിട്ടില്ല. എങ്ങനെ? അപ്പൊ സെയിം എമൗണ്ട് അല്ലേ വരിക? 11,000ഓ? EBDT 11,000, ടാക്സ് TDS ഇല്ല, സീറോ. ഓക്കെ ഓക്കെ, TDS അല്ല, ഡിപ്രിസിയേഷൻ ടാക്സിൽ. EBDT 11,000 ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കാണാൻ വേണ്ടിയിട്ട് EBDT ആണോ നമ്മൾ എടുക്കുന്നത്? അല്ല, EBDT. 11,000 ഇൻറ്റു 0.6 അല്ലേ? അതെ അതെ അതെ, ചെയ്തു ചെയ്തു. EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ചെയ്താൽ തന്നെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. പിന്നെ ആ 10th ഇയറിൽ ലാസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് ആ പ്രൊജക്റ്റിൽ സംഭവിക്കാൻ നോക്കിയാൽ മതി. ആ അസറ്റ് നമ്മൾ 10th ഇയറിൽ വിൽക്കുന്നുണ്ട്, അപ്പൊ എത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, അതിന് ടാക്സ് കൊടുക്കണോ വേണ്ടേ, പിന്നെ നമ്മൾ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്താ സംഭവിക്കുക എന്നൊക്കെ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. സാൽവേജ് വാല്യൂ എത്ര നിങ്ങൾക്ക് കിട്ടണം?
ടാക്സ് സേവിങ്സ് അല്ലേ? ടാക്സ് സേവിങ്സ് ആണോ? അതെങ്ങനെ വരാം? നീ 9,000-ത്തിനാണ് അസറ്റ് വിറ്റത്. ഓക്കെ, അപ്പം ബുക്ക് വാല്യൂ ബുക്ക് എന്ത് ചെയ്യും? വാല്യൂ 9,855 എന്നാണ്. അങ്ങനെ ബുക്ക് വാല്യൂ കിട്ടുക? നിന്നോട് ഈ 23,000 7 വർഷം കൊണ്ട് ഡിപ്രിസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇയർ 7 ആയാൽ തന്നെ ഇയർ 7 കഴിഞ്ഞാൽ തന്നെ ബുക്ക് വാല്യൂ 0 ആയി. കാരണം 7 വർഷം കൊണ്ട് കംപ്ലീറ്റ് ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇയർ 8-ലും ഇയർ 9-ലും ഇയർ 10-ലൊന്നും ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. ആ 23,000 7 വർഷം കൊണ്ട് കംപ്ലീറ്റ് ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇയർ 10-ൽ ഈ അസറ്റ് വെക്കുമ്പോൾ ബുക്ക് വാല്യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ, 0 ആയിരിക്കില്ല. നമ്മൾ അസറ്റ് 10th ഇയറിലാണ് വിൽക്കുന്നത്. അപ്പോഴാണ് പ്രൊജക്ട് അവസാനിക്കുന്ന 10th ഇയറിലാണ്. അപ്പോഴാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോഴാണ് 9,000 കിട്ടുന്നത്. അപ്പം ടാക്സ് കൊടുക്കണോ കിട്ടുമോ എന്നൊക്കെ നോക്കണം. പറഞ്ഞോ. വർക്കിംഗ് ക്യാപിറ്റൽ 7,000. ഇൻസ്പെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ. അപ്പൊ 7,000 + 5,000 അങ്ങനെയാണോ? ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, ദ പ്രോജക്ട് റിക്വയർസ് എ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 7,000 അറ്റ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ മീനിങ് ആണ്. അതായത് പ്രൊജക്ട് തുടങ്ങുമ്പോൾ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് ഒരു 7,000 നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അനദർ 5,000 അറ്റ് ദി ഇയർ 5-ല് 5,000 ഇയർ 5-ലും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ഈ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത നെറ്റ്വർക്ക് ക്യാപിറ്റൽ 12,000 ആയിരിക്കും. നീ റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കിയ പൈസ. നീ ഇപ്പൊ ഏതൊക്കെ ക്യാഷ് ഫ്ലോസ് നീ ഇപ്പൊ കൺസിഡർ ചെയ്ത് ടെർമിനൽ ക്യാഷ് ഫ്ലോയിലേക്ക്? അപ്പോഴേക്ക് ഓപ്ഷൻ സി ആണ് 24,000. ഓപ്ഷൻ 3 24,000 അല്ലേ? ശരിയാണ്. നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതിപ്പോ ഹോക്കിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടൈം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഇത്ര സമയം കൊണ്ട് തീർക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുമ്പോൾ മാക്സിമം കോൺസെപ്റ്റ്സ് നോളേജ് ഗെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്യാപ്പബിൾ ആവും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എലമെന്റ്സും ഉള്ള ടെർമിനൽ ക്യാഷ് എല്ലാ എലമെന്റ്സും ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ. സോ നീ പറഞ്ഞ ആൻസർ ഓപ്ഷൻ സി ശരിയാണ്. എന്നാലും ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇതാ 10-year ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ആണ്. 10 വർഷമാണ് ആ പ്രോജക്റ്റിന്റെ ലൈഫ് ഉള്ളത്. അവർ ചോദിച്ചത് ദി എക്സ്പെക്ടഡ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ദി പ്രോജക്ട് ഇൻ ദ 10th ഇയർ. 10th ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചത്, അഥവാ ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടെർമിനൽ ക്യാഷ് ഫ്ലോ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ 10th ഇയറിൽ എത്ര ഇന്റർ ക്യാഷ് ഫ്ലോ നമ്മൾ കിട്ടുമെന്ന് മനസ്സിലാക്കണം. ഫോർകാസ്റ്റഡ് റവന്യൂ 40,000 ആണ്. നമുക്ക് കിട്ടാൻ പോകുന്ന സെയിൽസ് 40,000 ആണ്. അതിന് വേണ്ടിയുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 29,000 അല്ലെ? സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, 10th ഇയറിൽ ഇന്റർ ക്യാഷ് ഫ്ലോ ഒന്ന് കണ്ടുപിടിക്കുക. ഒറ്റയടിക്ക് എഴുതിയാൽ മതി, എന്നാലും ഇന്റർ ക്യാഷ് ഫ്ലോ 10th ഇയർ. ഇതാ നമ്മൾ നോർമലി ഇങ്ങനെ ഇന്റർ ക്യാഷ് ഫ്ലോസ് കാണാറ് EBDT × 1 - ടാക്സ് റേറ്റ്. EBDT × 1 - ടാക്സ് റേറ്റിലേക്ക് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഇന്റർ ക്യാഷ് ഫ്ലോസ് കിട്ടുക അല്ലെ? അതിന് മുന്നേ EBDT എന്ന് പറയുന്നത് നമ്മളെ സെയിൽസ് ആയ 10,000 സെയിൽസ് ആയിട്ടുള്ള 40,000-ൽ നിന്നും നമുക്ക് 40,000-ൽ നിന്നും 29,000 കോസ്റ്റ്. 11,000 ആയിരിക്കും നമുക്ക് ഈ 10th ഇയറിൽ കിട്ടാൻ പോണ ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സിൽ. ഈ EBDT നമ്മൾ ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താ EBDT × 1 - ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 11,000-ൽ നിന്നും 40% ടാക്സ് ലെസ് ചെയ്താൽ 11,000 - 40% ടാക്സ് ചെയ്താൽ നമുക്ക് 6,600 കിട്ടും. ഓക്കെ, EBDT × 1 - ടാക്സ് റേറ്റ് ചെയ്തുകൊണ്ട്
നമുക്ക് 10th ഇയറിൽ കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോ 6,600 ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ളത് ഡിപ്രിസിയേഷൻ ടാക്സിൽ എത്രയാണ്. നമുക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടാൻ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു ടാക്സ് റേറ്റ് ചെയ്താൽ മതി. ഓക്കെ, കോൺസെപ്ച്വലി നമുക്ക് ചിന്തിച്ചാൽ നമ്മൾ ആ 10th ഇയറിലെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എത്ര എമൗണ്ട് ആണോ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത് അത്രയും എക്സ്പെൻസിന്റെ ഇൻറ്റു ടാക്സ് റേറ്റ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ടാക്സിൽ സേവിങ്സ് കിട്ടും. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇതാ, ദ എക്യുപ്മെന്റ് വിൽ ബി ഡിപ്രിസിയേറ്റഡ് ഓവർ 7 years. 7 വർഷം കൊണ്ട് ഡിപ്രിസിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡോ പെർസെന്റേജ് മെത്തേഡോ എന്തുകൊണ്ടാ ആയിക്കോട്ടെ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയിരിക്കും, കാരണം പെർസെന്റേജ് ഒന്നും തന്നില്ലല്ലോ. അതായത് ഈ കോസ്റ്റ് ഓഫ് അസറ്റ് ഡിവൈഡഡ് ബൈ 7 years ചെയ്യുമ്പോഴാണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇയർ 1 മുതൽ ഇയർ 7 വരെ ഉള്ളൂ. ഓക്കെ, ഇയർ 8ലും ഇയർ 9ലും ഇയർ 10ലും പ്രൊജക്ടിന്റെ ലൈഫ് ഉണ്ട്, പക്ഷെ ആ വർഷങ്ങളിൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇല്ല. അപ്പോൾ ഇയർ 8ലും 9ലും 9ലും 10ലും ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഡിപ്രിസിയേഷൻ ടാക്സിലൊന്നും ഇല്ലല്ലോ. നമ്മൾ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടുന്നത്. ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ വളരെ 0 ആയിരിക്കും. ഏത് ഇയറിൽ? 10th ഇയറിൽ. നമ്മളോട് 10th ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചത്. നമ്മളോട് ഇയർ 7ൽ ഇന്റർ ക്യാഷ് ഫ്ലോ ആണെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, 23,000 ഡിവൈഡ് ബൈ 7 ചെയ്താൽ നമുക്ക് എമൗണ്ട് കിട്ടും. ഇൻറ്റു ടാക്സിൽ ചെയ്താൽ ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടും. ഇയർ 1 മുതൽ 7 വരെ ഏത് ക്യാഷ് ഫ്ലോ ചോദിച്ചാലും ഡിപ്രിസിയേഷൻ ടാക്സിൽ നമുക്ക് എടുക്കാം. പക്ഷെ നമ്മളോട് ചോദിച്ചത് 10th ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ്. 10th ഇയറിൽ ഡിപ്രിസിയേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷൻ ടാക്സിലും ഇല്ല. സോ 6,600 ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ. ഈ ക്യാഷ് ഫ്ലോയിലേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി ചെയ്താൽ നമുക്ക് ടെർമിനൽ കിട്ടൂലേ, പ്ലസ് അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലേ. ഇയർ 1 മുതൽ ഇയർ 10 വരെ എല്ലാ വർഷവും കിട്ടുന്ന EBDT സെയിം ആണ്. അതുകൊണ്ട് തന്നെ EBDT × 1 - ടാക്സ് റേറ്റ് 6,600. ഇനി നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഈ പ്രൊജക്ട് അവസാനിക്കുമ്പോൾ എന്തൊക്കെ അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വരാൻ പോകുന്നത് അല്ലെ. സോ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്. ഗാർഫീൽഡ് എക്സ്പെക്ട് ടു സെൽ ദി എക്യുപ്മെന്റ് ഫോർ 9,000 അറ്റ് ദി എൻഡ് ഓഫ് ദി 10th ഇയർ. 10th ഇയർ കഴിഞ്ഞിട്ട് ഈ 23,000 വാങ്ങിച്ച ഈ ഒരു അസറ്റ് അവർ 9,000 സെൽ ചെയ്യണം അല്ലെ. 9,000 എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോണ സാൽവേജ് വാല്യൂ അല്ലെ. ഞാൻ ഈ 6,000ലേക്ക് ആ സാൽവേജ് വാല്യൂ ആയിട്ടുള്ള 9,000 ഞാൻ ആഡ് ചെയ്തു അല്ലെ. 9,000 ഈ അസറ്റ് ഞാൻ വിറ്റാൽ ടാക്സ് കൊടുക്കണോ ടാക്സ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ സാൽവേജ് വാല്യൂ 9,000 ആണ്. അതിന് ഞാൻ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം അല്ലെ. ഞാൻ എപ്പോഴാണ് അസറ്റ് വെക്കേണ്ടത്? 10th ഇയർ കഴിഞ്ഞിട്ട് അല്ലെ. 7 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ കംപ്ലീറ്റ് ഡിപ്രിസിയേഷൻ കഴിഞ്ഞു. പിന്നെ 10th ഇയറിൽ ബുക്ക് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇയർ 8ൽ വിറ്റാലും ഇയർ 9ൽ അസറ്റ് വിറ്റാലും ഇയർ 10ൽ വിറ്റാലൊക്കെ ബുക്ക് വാല്യൂ 0. ഇയർ 6ൽ വിറ്റാല് ഇയർ 7ൽ ഡിപ്രിസിയേഷൻ ബാക്കി ചെയ്യാനുണ്ടാവും. അപ്പൊ ഇയർ 6ൽ വിറ്റാൽ ഒരു വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ബാക്കിയുണ്ട്, അതായിരിക്കും ബുക്ക് വാല്യൂ. ഇയർ 7 കൂടി കംപ്ലീറ്റ് ഡിപ്രിസിയേഷൻ ചെയ്ത് കഴിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇയർ 8ലും ഇയർ 9ലും ഇയർ 10ലൊക്കെ ബുക്ക് വാല്യൂ 0 ആണ്. ഓക്കെ, ഒരു വാല്യൂ ഇല്ലാത്ത സാധനമാണ് ഒരു അസറ്റ്. അവരുടെ ബാലൻസ് ഷീറ്റിൽ ഈ അസറ്റിന്റെ വാല്യൂ 0 ആണ്, ഒന്നുമില്ല, ബാലൻസ് ഷീറ്റിൽ നിന്ന് പോയില്ലോ. സോ 0 ബുക്ക് വാല്യൂ ഉള്ള സാധനമാണ് അവർ 9,000 വിറ്റത്. അതായത് ഈ 9,000 കംപ്ലീറ്റ്ലി അവർക്ക് ഗെയിൻ ആയിരിക്കും. ഓക്കെ, 9,000 ഗെയിൻ വന്നാൽ അവർ ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് എക്സ്പെൻസിലെ 9,000ന്റെ 30 40% ടാക്സ് അടച്ചാൽ അഥവാ 3,600 ആണ് അവർ അടയ്ക്കേണ്ട ടാക്സ്. അത് 10th ഇയറിൽ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെ, അത് കൺസിഡർ ചെയ്യേണ്ട. 10th ഇയറിൽ അവർ അടിച്ച ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് 3,600. കഴിഞ്ഞോ ഇല്ല അല്ലെ. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലേ, നമ്മൾ പ്രൊജക്ടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലും എപ്പോഴാണ് തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ടെർമിനൽ പീരീഡിലായിരിക്കും, അഥവാ പ്രൊജക്ട് എപ്പോഴാണോ എൻഡ് ആവുന്നത് ആ ടൈം പീരീഡിലായിരിക്കും നമുക്ക് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചിട്ടില്ല. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ദ പ്രോജക്ട് റിക്വയർസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 7,000 അറ്റ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്. പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 7,000 നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞാൽ 7,000 പിന്നെ 5,000 അറ്റ് ദി ഇയർ 5. ഇയർ 5ൽ നമ്മൾ ഇൻക്രീസ് ഇൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്ഫ്ലോ ആക്കിയിട്ട് 5,000 ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് പോയിട്ടുണ്ട്. ആ 5,000 നമുക്ക് തിരിച്ചു കിട്ടും ഇപ്പോ ഇയർ 10th അഥവാ ടെർമിനൽ പീരീഡിൽ. സോ നമ്മൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ഓൾറെഡി സ്പെൻഡ് ചെയ്ത എമൗണ്ട് 12,000 ആണ്. ആ 12,000 കംപ്ലീറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് ടെർമിനൽ പീരീഡിലാണ്, അഥവാ നമ്മളെ 10th ഇയർ ക്യാഷ് ഫ്ലോ അല്ലെ. പ്ലസ് റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ
നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 12,000 അല്ലെ. ഇതൊക്കെ ചെയ്താൽ എനിക്ക് 10th ഇയറിൽ എത്രയാണോ, അഥവാ ടെർമിനൽ ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. EBDT ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ 6,600 ആണ്. ഡിപ്രിസിയേഷൻ ടാക്സിൽ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ 0 ആക്കി എടുത്ത് 6,600ലേക്ക് എനിക്ക് കിട്ടിയ സാലവേജ് വാല്യൂ ഞാൻ ആഡ് ചെയ്തു, പ്ലസ് 9,000 മൈനസ് ഞാൻ ആ 9,000 ഗെയിന് അടച്ച ടാക്സ് ലെസ് ചെയ്തു, മൈനസ് 3,600. അതിലേക്ക് എനിക്ക് ലാസ്റ്റ് ഇയറിൽ തിരിച്ചു കിട്ടാൻ പോകുന്ന നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 12,000 കൂടി ആഡ് ചെയ്താൽ എനിക്ക് ഇയർ 10ൽ കിട്ടാൻ പോണ ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 24,000 ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഓപ്ഷൻ സി. ഇങ്ങനെയുണ്ട്, നല്ല ക്വസ്റ്റ്യൻ അല്ലേ, എല്ലാ എലമെന്റ്സും അതിൽ പെട്ടിട്ടില്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ നൂറിലേക്ക് എഴുതിക്കോ. ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ ടാക്സ് കൊടുത്തതും നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ എഴുതിക്കോ. EBDT 11,000 ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല ആരാ? യെസ് സർ. മനസ്സിലായി. ഇത് അത്യാവശ്യം എക്സ്ട്രീം ക്വസ്റ്റ്യൻ ആണ് ടെർമിനൽ ക്യാഷ് ഫ്ലോന്റെ. ഇനി ഒരു MCQ ക്വസ്റ്റ്യന്, ഈ ക്വസ്റ്റ്യനും വേറൊരു MCQ ക്വസ്റ്റ്യനും ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു PDF ഞാൻ ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. ആ PDFിൽ 12 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലത് സിമ്പിൾ ആണ്, ചിലത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ഇതുപോലത്തെ നമ്മൾ essay ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിപ്പോ ഒറ്റ ഒരു ക്യാഷ് ഫ്ലോയിൽ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം വലുതാണ്, എല്ലാ എലമെന്റ്സും വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ 12 ക്വസ്റ്റ്യനിൽ ആകെ 2-3 ക്വസ്റ്റ്യൻസ് കുറച്ചൊന്നും ചെയ്യാനുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, സോ ഈ 12 ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ട് വേറൊരു MCക്കും ഞാൻ ഷെയർ ചെയ്യാം. അത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്യും. എന്നിട്ട് ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതണ്ട, ആ ക്വസ്റ്റ്യൻ നമ്പറും എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് വരിക മതി. ഈ ക്വസ്റ്റ്യൻ ഏതെങ്കിലും എഴുതിക്കോ, അല്ലെങ്കിൽ ഗാർഫിയൽ ഇൻകോർപ്പറേഷൻ മാത്രം എഴുതിയാൽ മതി. ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ, നിങ്ങളെ ഇഷ്ടം, ക്വസ്റ്റ്യൻ ഏതെങ്കിലും എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഈ PDFിലെ 12 ക്വസ്റ്റ്യൻസും MCക്കും പ്രാക്ടീസ് ചെയ്തിട്ട് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യം ഇത് രണ്ടും ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് ആയിട്ട് റീപ്ലേസ്മെന്റിലേക്ക് കടക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ ഇതൊക്കെ ടെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആണോ? ഇത് ടെക്സ്റ്റിലല്ല, അത് ഹോക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിപ്പോ ഹോക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്ത് ഇവിടുന്ന് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നമ്മുടെ സെക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക് 1 by 1 നിങ്ങൾ നോട്ടൊക്കെ പഠിച്ചിട്ട് ടെക്സ്റ്റ് ഒക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ഹോക്ക് 1 by 1 അപ്പം ചെയ്താൽ മതി. ഇപ്പൊ നമ്മളെ നോട്ടിലെ ക്വസ്റ്റ്യൻസും ഞാൻ അയക്കുന്ന ഹോംവർക്കുകളും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോയാൽ മതി. ഓക്കെ, വൺസ് നമ്മളെ സെക്ഷൻ തീരുമ്പോൾ നിങ്ങൾ ഹോക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. നാളെ സാലറി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.